Make every wedding unforgettable with Joya Lucas Diamond Wedding Collection. Joya Lucas, world's favorite jeweler. ഹസ്ബൻഡിനെ കാണുന്നില്ല, മക്കൾ കാണുന്നില്ല, വീട്ടുകാരില്ല. പിന്നെ നമ്മൾ ലോകം ഈ കാണുന്ന ഈ ചുറ്റിലുള്ള ഈ പോസിറ്റീവ് എനർജി ആയിരുന്ന മനുഷ്യന്മാർ മാത്രമാണ്. അവരാണ് ശരിക്കും പറഞ്ഞാൽ എൻ്റെ യാത്രകൾ എന്നെ ഇങ്ങനെ എന്താ പറയുക വലിച്ചു കൊണ്ടുപോയത്. നശിക്കപ്പെട്ട കുറേ പെൺകുട്ടികളുള്ള ഒരു നാടാണ്. എനിക്കിപ്പോഴും നിങ്ങൾ ചോദിക്കുമ്പോൾ എനിക്ക് കരച്ചിൽ തന്നെ വല്ലാണ്ട്. യൂട്യൂബിൽ നമ്മൾ ഈ ആൾക്കാരെ പിടിച്ചിരുത്തേണ്ട സാധനം നമുക്ക് ഇടാൻ പറ്റില്ല. ഗൈസ് ഞാൻ പെട്ടു, എൻ്റെ ടയർ പൊട്ടി, ഞാനിവിടെ എങ്ങനെയായി, അങ്ങനെ തമ്പനയിൽ വെച്ച് ആൾക്കാരെ കൊണ്ടുവരണം. എനിക്ക് പറ്റിക്കാൻ അറിയില്ല. അതായത് അഫ്ഗാനിലെ ആൾക്കാർ ആടത്തെ പെണ്ണുങ്ങളെ ചൊൽപ്പടിക്ക് നിർത്തുന്ന ആളാണ് എൻ്റെ കയ്യിലേക്ക് വലിച്ചെറിഞ്ഞ പാസ്വേഡ് കൊണ്ടു തരുന്നത്. ഈ ചോദ്യം എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം ഞാൻ ഭക്ഷണം ഇല്ലെങ്കിലും പോകുന്ന ഒരാളാണ്. 3 ദിവസം ഭക്ഷണം കഴിക്കാൻ എനിക്ക് തിന്നാണ്ടല്ലേ ജീവിക്കാൻ പറ്റും. അപ്പോൾ എനിക്ക് തോന്നുന്നത് ചിലപ്പോൾ പക്ഷെ അതൊന്നും ബാധിക്കാത്ത ഒരു കൂട്ടം ജനങ്ങൾ ഇന്ത്യയിൽ ഏറ്റവും പോസിറ്റീവ് എനർജി കിട്ടുന്ന സ്ഥലങ്ങൾ നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ അതിലൊന്ന്. പക്ഷെ എന്തൊരു സിമ്പിളായ മനുഷ്യനെന്നറിയോ, ഞാൻ വിചാരിച്ച് ഒന്നാമത് ഇവരോട് എന്താ പറയുക, നമ്മൾ എൻ്റെ കയ്യിൽ ഇങ്ങനെ വെറുക്കുക. അപ്പോൾ പറഞ്ഞു ഈ റിലാക്സ് എന്നിട്ട് ആളെന്നെ അടുത്തിരുത്തി. ഞാൻ ഒരു നിമിഷത്തേക്ക് മറന്നുപോയി ഞാൻ ഇവരെ മുമ്പിലിരിക്കുന്നതെന്ന്. പിന്നെ അപ്പുറത്തെ ആൾക്കാർ മുഖെല്ലാം മാറി. ഞാനിപ്പോൾ വിചാരിക്കും ജനിക്കുന്ന ഓരോ പെൺകുട്ടികളും മരിച്ചു പോട്ടെ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. എന്തിനാണ് അവർ ജീവിക്കുന്നത്? ഞാൻ പറയും ഒന്നും നോക്കണ്ട, ഇനി ചത്താലും മയ്യത്തായാലും ഞാൻ നിങ്ങളെന്ന് പറയില്ല. എൻ്റെ ഒരാളുടെ പേരിൽ എഴുതി കൊടുത്തിട്ട് പറഞ്ഞ് ഇനി എന്ത് സംഭവിച്ചാലും അതിൻ്റെ ഇത് എടുക്കാമെന്ന് പറഞ്ഞിട്ട് ആ മൂപ്പരെയും കൊണ്ട് ഞാൻ ഓരോ ദിവസവും നടന്ന് കയറിയിട്ടാണ് 5ാമത്തെ ദിവസം ഇത് കംപ്ലീറ്റ് ചെയ്തത്. ഹലോ ആൻഡ് വെൽക്കം എവറിബഡി ടു അവർ ഷോ. ഇന്ന് അയാമിൽ നമ്മളോടൊപ്പം ഉള്ളത് ഇറ്റ്സ് നാജി നോഷി. എനിക്കൊരു വലിയ ഇൻസ്പിറേഷനാണ്. എനിക്ക് പറയാൻ പറ്റില്ല, ഞാൻ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ഒരു സോളോ ട്രിപ്പ് ഇങ്ങനെ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ആദ്യത്തെ ഒരു ചുവടുണ്ടല്ലോ, നമ്മൾ ആ എഫേർട്ട് ഇന്ന കാര്യം ചെയ്യണം എന്നുള്ള ആ തീരുമാനത്തിലേക്ക് എനിക്ക് എത്താൻ പറ്റുന്നില്ല. എൻ്റെ മുന്നിലിരിക്കുന്ന ഒരു വ്യക്തി എന്ന് വെച്ചാൽ ഇറ്റ്സ് എ ട്രൂ ഇൻസ്പിറേഷൻ. ഐ തിങ്ക് ഹൗ മെനി കൺട്രീസ് നാജി? 23 countries, 90,000 kilometers ഓവർ റോഡ്, പിന്നെ സ്വന്തം ഒരു വണ്ടിയുണ്ട്, ഒരു താറ് ഓള്. എന്നിട്ട് ഇത്രയും ലോകം കണ്ട് തന്നെത്താനെ, അതും 5 കുട്ടികളുടെ അമ്മ, തന്നെ വണ്ടി എടുത്ത് ഓടിച്ച് ഇത്രയും സ്ഥലങ്ങളൊക്കെ കണ്ട നാജി എനിക്ക് ശരിക്കും നിമിത്തം എന്ന് വേണമെങ്കിൽ പറയാം എൻ്റെ മുന്നിൽ ഇന്നിരിക്കുന്നത്. കാരണം ഇത് തന്നെ ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുക കഴിഞ്ഞ ഒരു മാസമായിട്ട്. പോണല്ലോ, ചെയ്യണല്ലോ. ഒത്തിരി സന്തോഷം നാജി. വെൽക്കം ടു ദ ഷോ. ഞാൻ ഇതിനു മുമ്പ് ക്യാമറയ്ക്ക് പുറകിൽ നേരത്തെ നമ്മൾ സംസാരിക്കുമല്ലോ, അപ്പോൾ സംസാരിച്ചപ്പോൾ കുറേ കാര്യങ്ങൾ മനസ്സിലായി. പക്ഷേ എനിക്കൊരു ജസ്റ്റ് ടു ഗെറ്റ് എ ഗ്ലിംസ് ഓഫ് ഹർ ലൈഫ്. കാരണം ഇതിനെ നട്ഷൽ പറയാൻ ബുദ്ധിമുട്ടാണ്, കാരണം ഇത്രയും യാത്ര ചെയ്യുന്ന ഒരാളാവുമ്പോൾ കുറേ കഥകൾ കാണും. അപ്പം ജസ്റ്റ് ടു ഗിവ് യു എ ഗ്ലിംസ് ഓഫ് വാട്ട് ഹർ ലൈഫ് ഇസ് ലൈക്ക്, നമുക്കൊരു ഫാസ്റ്റ് ഒരു എന്താ പറയുക, ഒരു റാപ്പിഡ് ഫയർ പോലെ ജസ്റ്റ് ടു ഗെറ്റ് എസ് ആൻ ഐഡിയ. ഞാൻ കുറച്ച് ചോദ്യങ്ങളൊന്ന് ചോദിച്ചോട്ടെ. നാജിയുടെ ഫസ്റ്റ് സോളോ ട്രിപ്പ് എവിടെയായിരുന്നു? ഫസ്റ്റ് സോളോ എന്ന് പറയുന്നത് ഞാൻ ശരിക്കും പറഞ്ഞാൽ 2013 ലൈസൻസ് ശരിക്കും ഓഫീസിൽ എടുക്കുന്നത്. അതിന് മുന്നേ ഞാനിങ്ങനെ വണ്ടി കിട്ടാൻ തുടങ്ങിയ സമയത്തെല്ലാം ഓരോ സ്ഥലത്ത് പോകലുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് എന്താ പറയുക, ഒരു എറണാകുളത്ത് സെറ്റിലായ സമയം, അവിടെ നിന്ന് നമ്മൾ ചെന്നൈയിലുള്ള സമയത്തെല്ലാം വണ്ടി കുറച്ച് അന്നേരമുള്ള ഞാൻ 18 വയസ്സ് കല്യാണം കഴിച്ച ഒരാളാണ്. 19 വയസ്സിൽ 2 മോനെ പ്രസവിച്ചു. ചിലപ്പോൾ ഈ ഒരു 36 ആകുമ്പോഴത്തേക്ക് എൻ്റെ ബാധ്യത എല്ലാം തീർന്നു. മക്കള് +2 എത്തി, രണ്ടാമത്തെ 10ാം ക്ലാസ്സിലെത്തി, പിന്നെ 3ാം ക്ലാസ്സിലും 2ലും 3ലും പഠിക്കുന്ന മക്കള് വേറെ. അപ്പോൾ ഒരു മദർ എന്നുള്ള കാര്യത്തിൽ ഞാൻ ഓൾറെഡി എല്ലാം, അതായത് 5 ആളെ അടുപ്പിച്ചിട്ട് പ്രസവിച്ചു, അത് അവിടെ എന്താ പറയുക ലെവലാക്കി വെച്ചിട്ട് ഇറങ്ങിയ ഒരാളാണ്. ഉണ്ട്, അത് ശരിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അന്നേരം ഞാൻ ഈ പറയുന്ന പോലെ ഡ്രൈവ് ചെയ്തിട്ട് പോകല്ലോ. പക്ഷെ അന്നേരം സോഷ്യൽ മീഡിയ ഇല്ല. അപ്പോൾ ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാം തുടങ്ങി തന്നെ ഫിഫയുടെ ടൈമിൽ 2022. അപ്പോൾ അന്നേരമാണ് ആൾക്കാർ അറിയാൻ തുടങ്ങുന്നത്. അതിന് മുന്നേ പോകാനെല്ലാം പോയിട്ടുണ്ട്. അപ്പോൾ പിന്നെ ആ ഒരു യാത്രയിൽ തുടങ്ങിയിട്ടാണ് ഇപ്പം നിങ്ങളെ ഈ ഒരു ഷോ അയാം ധന്യവർമ്മ എന്ന് പറയുന്ന ഈ ഷോയിലേക്ക് വന്നിരിക്കുന്നതെന്ന് വേണമെങ്കിൽ പറയാം. രാജിയുടെ ഫസ്റ്റ് സോളോ ട്രിപ്പ് എവിടേക്കായിരുന്നു? എൻ്റെ ഫസ്റ്റ് സോളോ എന്ന് പറയുന്നത് ഞാൻ ഒരു ഓൾ ഇന്ത്യ പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിന് മുന്നേ ഞാനൊരു കേരളത്തിൽ കുറച്ച് സ്ഥലങ്ങൾ പോയി, വണ്ടി എടുത്ത് അങ്ങനെ പോയി. പിന്നെ എവറസ്റ്റ് ബേസ് ക്യാമ്പിൽ പോയി ഞാൻ. പിന്നെ ലക്ഷദ്വീപിൽ പോയി. ലക്ഷദ്വീപിലെ 10 ദ്വീപിലും ഞാൻ ഒരു 25 ദിവസം കൊണ്ട്. ലക്ഷദ്വീപ് എന്ന് പറഞ്ഞാൽ വേറൊരു ലോകമാണ്. അവിടെ നമ്മൾ പോലെ ഫ്ലൈറ്റും കാര്യങ്ങളൊന്നുമില്ല. അകത്തിയിൽ ഫ്ലൈറ്റ് ഇറങ്ങിയാൽ പിന്നെ ഫുള്ളും കടലിലാണ്. മരണക്കളി എന്നാണ് പറയും. നമ്മൾ മലബാറിൽ മരണക്കളി എന്ന് പറയാം. ഒരു മരണക്കളി കളിച്ചിട്ടാണ് ഓരോ ദ്വീപിൽ എത്തിപ്പെടുന്നത്, വെസലുകളിലും ബോട്ടുകളിലും അങ്ങനെയെല്ലാം.
അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞാൻ എവറസ്റ്റ് ബേസ് ക്യാമ്പ്, എനിക്കറിയുന്ന ഒരു ആർമിയിലൊരു ഒരു കുട്ടി എന്നെ കാണാൻ വേണ്ടി വന്നു. അപ്പോൾ അവൻ പറഞ്ഞു നിങ്ങളൊന്ന് ബേസ് ക്യാമ്പ് ഒന്ന് ട്രൈ ചെയ്യും, മലയാളീസ് ഒന്നും പോകാത്തൊരു സ്ഥലമാണ്, ഇന്ത്യൻസും അങ്ങനെ പോയിട്ടില്ല, പോകണം എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഒരു ബാഗും എടുത്തിട്ട് എന്താ പറയണ്ടേ, ഇന്ത്യൻ്റെ ഓരോ പിന്നെ വില്ലേജിലൂട്ടിയുള്ള, അതായത് ഫുള്ള് ബസ് അതുപോലെ തന്നെ ട്രക്കിലും ഞാൻ കുറച്ച് എക്സ്പീരിയൻസ് ചെയ്ത്, ബസ്സിൽ എക്സ്പീരിയൻസ് ചെയ്ത്, റോഡിൽ കാണുന്ന കാള് വണ്ടിയിൽ പോലും ആളുകളെ കൈ കാണിച്ച് ഒരു കുറച്ച് സമയം അവരെ കൂടെ ചിലവഴിക്കുമ്പോൾ എന്താണ് യാത്ര എന്നുള്ള കുറേ കാര്യങ്ങൾ മനസ്സിലാക്കി വേണ്ടി അങ്ങനെ അതൊരു 5 ദിവസം കൊണ്ട് എവറസ്റ്റ് ബേസ് ക്യാമ്പ് കവർ ചെയ്ത് ആ സമയത്ത് ഫസ്റ്റ് ഇന്ത്യൻ വുമൺ ആയിരുന്നു. പക്ഷെ ഞാൻ എവിടെയും കൊടുത്തിട്ടൊന്നുമില്ല. അല്ല, അത് ഭയങ്കര ഒരു എവറസ്റ്റ് ബേസ് ക്യാമ്പിലേക്ക് പോകാൻ വേണ്ടി ട്രെയിനിങ് വേണം, ഫിറ്റ്നസ് ലെവൽസ് വേണം, സ്ട്രെങ്ത് വേണം, സ്റ്റാമിന വേണം, ഒരു 100,000 കാര്യങ്ങൾ ഒത്തു വന്നാലേ ബേസ് ക്യാമ്പിന്റെ ട്രിപ്പ് സാധിക്കാമല്ലോ. ഇത് എടുത്ത് ചാടി ഒരു ട്രിപ്പ് ചെയ്യാണ്, എന്ത് ധൈര്യത്തിലാണെന്ന് എനിക്ക് അത് ഭയങ്കര ബുദ്ധിമുട്ട്. എന്നോട് എൻ്റെ ഗൈഡ് പറഞ്ഞ് നിങ്ങൾക്ക് എന്ത് ഒന്നാമത് ഞാൻ 5 ഡെലിവറി കഴിഞ്ഞത്, അയാളതൊരു ഭയങ്കര അപാകത. ഞാൻ പറഞ്ഞു അതെങ്ങനെ ഒരു അപാകതയാവുന്നത്, അതൊരു നോർമൽ നാച്ചുറൽ കാര്യമാണ്. പിന്നെ എൻ്റെ ബോഡി തീരെ ഇല്ല. പലരും നിങ്ങൾ തീരെ വെയിറ്റ് ഒന്നും ഇല്ലാത്ത ഒരാളാണ്, നിങ്ങൾക്ക് നടക്കൂല, നമുക്ക് ഒരു ദിവസം 2 കിലോമീറ്റേഴ്സ് നടക്കാമെന്ന്. അങ്ങനെയാണെങ്കിൽ 66 നടക്കണമെങ്കിൽ ഞാൻ എത്ര ദിവസം എടുക്കണം? ഞാൻ പറഞ്ഞു ഒന്നും നോക്കണ്ട, ഇനി ചത്താലും മയ്യത്തായാലും ഞാൻ നിങ്ങളെന്ന് പറയില്ല. എൻ്റെ ഒരാളുടെ പേരിൽ എഴുതി കൊടുത്തിട്ട് പറഞ്ഞ് ഇനി എന്ത് സംഭവിച്ചാലും അതിൻ്റെ ഇത് എടുക്കാമെന്ന് പറഞ്ഞിട്ട് ആ മൂപ്പരെയും കൊണ്ട് ഞാൻ ഓരോ ദിവസവും നടന്ന് കയറിയിട്ടാണ് 5ാമത്തെ ദിവസം ഇത് കംപ്ലീറ്റ് ചെയ്തത്. നമുക്കൊന്ന് എവറസ്റ്റ് ബേസ് ക്യാമ്പ് ഒരു സാധാ ഒരു വീട്ടിൻ്റെ ഉള്ളിൽ ഇരിക്കുന്ന ഏതൊരു വുമണിനും ചെയ്യാൻ പറ്റുമെന്ന് ആ ഒരു യാത്ര കൊണ്ട് ഞാൻ മനസ്സിലാക്കി കൊടുത്തു എന്ന് പറഞ്ഞിട്ട് കുറെ. കാരണം ഒരു മൗണ്ടനറി കോഴ്സും ഇല്ല, ജിമ്മില്ല, അല്ലെങ്കിൽ എന്തിനാ ജിമ്മ്, വീട്ടിൻ്റെ ഉള്ളിൽ ദിവസം പാത്രം അടിച്ചു വരാൻ തുടക്കം, ഇതിലൊരു ജിമ്മായിട്ടാണ് ഞാൻ കാണുന്നത്. പിന്നെ മക്കളെപ്പോഴുള്ള കളികൾ, പിന്നെ നമ്മളെ മനസ്സെപ്പോഴും ഒരു സ്പിരിച്വൽ ഇതിലേക്ക് പോകുന്നതിന് നമുക്ക് ഭയങ്കരമായിട്ട് ഒരു പോസിറ്റീവ് എനർജി ഉണ്ടാവും. അതുകൊണ്ട് എൻ്റെ എല്ലാ യാത്രകളും ഞാൻ പൂർത്തിയാക്കിയത് ആ ഒരു പോസിറ്റീവ് എനർജിയുടെ സഹായത്തോടു കൂടിയാണ്. അല്ലാണ്ട് ഞാൻ ജിനോഷിക്ക് ഒരിക്കലും ഈ ഒരു സംഭവം ഒന്നും ചെയ്യാൻ പറ്റില്ല. അതിനിടയ്ക്ക് ഒരു കാര്യം ചോദിക്കട്ടെ, ഈ വളകൾ എന്താണ്, അതിന്റെ പിന്നിലുള്ള കഥ എന്താണ്? ഇതെല്ലാവരും ട്രേഡ് മാർക്കാണ്. ഇതെല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ്. പണ്ട് സ്കൂൾ പഠിക്കുമ്പോഴും ഡാൻസിനുള്ള ഇത് ഇടലുണ്ടായിരുന്നു. പിന്നെ മംഗലം കഴിഞ്ഞതിന് ശേഷവും ഞാൻ സാധനം ഇടാൻ തുടങ്ങി. അപ്പം എൻ്റെ മാപ്പിളുടെ ഉമ്മ പറയും, നീ എന്നിട്ടിട്ട് വേറെ ആൾക്കാർ വിചാരിക്കും എൻ്റെ മോന് ഗോൾഡെല്ലാം കൊണ്ട് വിറ്റ് ഇതെന്നിട്ട് വരാം. ഞാൻ ഉമ്മ ഇത് എനിക്ക് ഇഷ്ടമുള്ള സാധനമാണ്, ഇത് എനിക്ക് ഇടാണ്ടിരിക്കാൻ പറ്റൂല. അത് മാലകളിൽ കണ്ടത്, ഇതിലിങ്ങനെ കുറേ മാലകളെല്ലാം ഉണ്ടാവും. അപ്പോൾ അന്നേരം തുടങ്ങിയതാണ്. പിന്നെ യാത്ര ചെയ്യാൻ നോക്കുമ്പോൾ ഞാൻ ഓരോ സീരീസിന് ഓരോ സെറ്റ് വളകളാക്കി. ഏകദേശം ഒരു 150ഓളം വളകളുണ്ടാവും. ഇത് ഇവിടെ വരെ ഉണ്ടേനും. ഇത് നമ്മളിപ്പോൾ ഇറാനിലും റഷ്യയിലും ചൈനയിലും കാണുന്ന കുറേ ലേഡീസിന് അവർ ചോദിച്ചിട്ട് അവർക്ക് ഇഷ്ടം കൊണ്ട് കൊടുത്തു തീർത്തതാണ്. എന്നിട്ട് വീണ്ടും നിറച്ച് കയറ്റും. അങ്ങനെയാണ് ഇത്തിരിയായിട്ട് നാജി നോഷി ഇറാനും അവിടെ ഇവിടെ ഒക്കെ ഇരിപ്പുണ്ടല്ലേ? നമ്മൾ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ ആൾക്കാർക്ക് നമ്മൾ എനർജി കൊടുക്കുമല്ലോ, അതുപോലെയാണ് ഒരു സാധനം. ഇത് അവർക്ക് ഒരു ഓർമ്മയാണെങ്കിൽ കൊടുക്കട്ടെ, നമുക്ക് ബ്യൂട്ടിഫുൾ. ഇനി ചോദിക്കാനുള്ള ഏറ്റവും ടഫായിട്ടുള്ള ട്രിപ്പ്, എനിക്കൊന്ന് എവറസ്റ്റ് ബേസ് ക്യാമ്പ് വുഡ് ഹാവ് ബീൻ എ വെരി ബിഗ് ട്രിപ്പ്, ഭയങ്കര ടഫായിട്ടുള്ള ട്രിപ്പായിരുന്നു. അതല്ലാതെ ഏതെങ്കിലും ഒരു ടഫ് ട്രിപ്പ് ഉണ്ടായിട്ടുണ്ടോ ബിഫോർ യു? ടഫ് ഇപ്രാവശ്യം ഈ ഒരു സീരീസാണ്. ഇതിൻ്റെ 8ാമത്തെ ട്രാവൽ സീരീസാണ്. ഞാൻ ഇപ്പം ഈ UAE ടു ഇന്ത്യ കേരള, അതായത് ഒരു കേരള പോയി, ഒരു ഓൾ ഇന്ത്യ പോയി, എവറസ്റ്റ് ബേസ് ക്യാമ്പ് പോയി, അതുപോലെ തന്നെ എന്താണ് നമ്മളെ ലക്ഷദ്വീപ് പോയി, ഫിഫ വേൾഡ് കപ്പ് പോയി, ഫിഫക്ക് ശേഷം INB പോയി. അത് ഫിഫക്ക് പോയതിനു ശേഷം ആനന്ദ് മഹീന്ദ്രന്റെ ടീം വിളിച്ചിട്ട് ഞാൻ മൂപ്പരെ കാണാൻ പോയി. അങ്ങനെ ഫോട്ടോ അതൊരു പക്ഷെ എന്തൊരു സിമ്പിളായ മനുഷ്യനെന്നറിയോ. ഞാൻ വിചാരിച്ച് ഒന്നാമത് ഇവരോട് എന്താ പറയാ, നമ്മൾ എൻ്റെ കയ്യിൽ ഇങ്ങനെ വർക്കുക. അപ്പോൾ പറഞ്ഞു ഈ റിലാക്സ് എന്നിട്ട് ആളെന്നെ അടുത്തിരുത്തി എന്നോട് ചോദ്യങ്ങൾ ചോദിക്കുക, എന്താ ചോദിക്കാനുള്ള ചോദിക്കുക, എന്തെങ്കിലും കിട്ടുന്നുണ്ട്. ഞാൻ എന്തെല്ലോ ചോദിച്ചാൽ എനിക്ക് ഓർമ്മയില്ല. എൻ്റെ ഇംഗ്ലീഷും ഒരു കഷ്ണം ഇംഗ്ലീഷും ഹിന്ദിയും മിക്സ് ആയിട്ടാണ് നമ്മൾ സംസാരിച്ചത്. പക്ഷെ മൂപ്പര് ഭയങ്കര ഒരാൾ പറഞ്ഞു, ഒരാളോട് ഇത്രയും മൂപ്പരുടെ ഇപ്പോൾ ഒരു 2 മണിക്കൂർ 2 പേര് ഇരുന്നു എന്തെല്ലോ പറഞ്ഞേ, എന്താ പറഞ്ഞതെന്ന് ഇപ്പോഴും എനിക്കൊരു പിടുത്തില്ല. കാരണം നമ്മൾ എക്സൈറ്റ്മെന്റിൽ നമ്മൾക്ക് ഫസ്റ്റ് നഷ്ടപ്പെടാൻ നമ്മള് ബോധാണ്. വണ്ടിക്ക് എത്ര പബ്ലിസിറ്റിയാണ് നോജി കൊടുത്തിരിക്കുന്നത്. അത് ശരിയാണ്. പക്ഷെ ഒരു ഇന്ത്യക്കാരെന്ന രീതിയിൽ ഞാൻ എൻ്റെ കൺട്രീനാണ് ഫസ്റ്റ് പ്രൊമോട്ട് ചെയ്യാൻ വിചാരിച്ചത്. ആളുകൾ നിങ്ങൾ എവിടെയാ ചോദിക്കുക, ഐ ഫ്രം ഇന്ത്യ എന്ന് പറയുമ്പോൾ ആ ഒരു റൊമാൻറ്റിഫിക്കേഷൻ അത് വേറെ ലെവലാണ്. ഇന്ത്യക്കാരോട് അവർക്കുള്ള ഇഷ്ടം ഞാൻ ആലോചിക്കുക. ഇന്ദിരാഗാന്ധി, മഹാത്മാഗാന്ധി, ഈ സാധനങ്ങളെല്ലാം ഷാറൂഖ് ഖാൻ, ഇവര് 3 ആളാണ് ഇന്ത്യനെ മറ്റുള്ള രാജ്യത്തെ ആൾക്കാർക്ക് ഒരു ഐക്കണായിട്ട് അവരെടുത്തിട്ടുള്ളത്. അപ്പോൾ പിന്നെ സൽമാൻ ഖാൻ, റാണി മുഖർജി, അതും നമ്മൾ ബോളിവുഡ് ഫിലിം ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ലോകത്തിന്റെ അങ്ങ് മുകളിലെത്തിയൊരു സാധനമാണ്. പിന്നെ ഷാറൂഖ് ഖാനാണ് ഇന്ത്യൻ്റെ ഐക്കൺ. നമ്മള് വേറെ ആരും അറിയില്ലെങ്കിലും ഷാറൂഖ് ഖാൻ എല്ലാവർക്കും അറിയാം. ചൈനയിലെല്ലാം ആക്കേ കുലി പാട്ടാണ്. അതിങ്ങനെ പാടി അവരിങ്ങനെ ഇതാക്കും. അതുപോലെ അർമേനിയയിൽ പോയപ്പം മിഥുൻ ചക്രവർത്തിയാണ്.
പിന്നെ ജോർജിയയില് രാജ് കപൂറാണ് മേരാ ജൂത്ത ഹേ ജപ്പാനി. അവർ ഇങ്ങോട്ട് പാടിത്തരും. നമുക്ക് പോലും ചിലപ്പോൾ വരി അറിയില്ല, ഇവർക്കത് കാണാൻ പാടറിയാം. അപ്പൊ ടഫസ്റ്റ് ഞാൻ ഇറാഖും അഫ്ഗാനിസ്ഥാനും ഞാൻ കവർ ടഫ് എന്ന് പറയുമ്പോൾ ഓരോ ട്രാവൽ സീരീസിലും ടഫ് ആയിട്ടുള്ള സാധനം. ഇപ്പം ബേസ് ക്യാമ്പ് ഫസ്റ്റത്തെ ഓൾ ഇന്ത്യ ആണെങ്കിൽ ലഡാക്ക് പോയതും റോത്തങ് ബാസ് പോയതും ഇപ്പോഴും മറക്കാൻ പറ്റാത്തതാണ്. കാരണം ഒരു മാനുവൽ ഗിയർ വണ്ടിയിൽ ഒരു ഡ്രൈവ് എടുത്ത് പോകാൻ പറഞ്ഞത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അവിടെ കുറെ നിൽക്കുന്ന ആൾക്കാർ ഞാൻ മാനുവൽ മാത്രമേ ഓടിക്കുള്ളൂ, ഓട്ടോമാറ്റിക് നമുക്കൊരു പണിയില്ല, വെറുതെ ആണ് ഇരുന്ന് കൊത്തിയിരുന്നുണ്ട്. അത് വണ്ടി കൊണ്ടുവന്നു, ഇത് നമ്മൾ കൊണ്ടുവന്നു, ആ ഒരു വ്യത്യാസമാണ്. അങ്ങനെ പിന്നെ അതിൽ ഈ റോത്തങ് ബാസ് ആൻഡ് ലഡാക്കാണ് ഏറ്റവും ടഫ്. ഓരോ സീരീസിനും ഓരോ ടഫാണ്. ലക്ഷദ്വീപിന്റെ ഏറ്റവും വലിയ ടഫ് വെച്ചാൽ ആടെ ഓരോ ദ്വീപിൽ എത്തിപ്പെടാനുള്ള ഇത് ഫെസിലിറ്റീസ് കുറവാണ്. അല്ല വണ്ടി എടുത്തോണ്ട് എങ്ങനെയാ ദ്വീപിലേക്ക് അല്ല, അത് വണ്ടിയിലല്ല, അത് ഒരു ബാഗ് എടുത്തിട്ട് യാത്ര ചെയ്തതാണ്. അത് ഓരോ ദ്വീപിൽ എത്തിയാൽ ചിലപ്പോൾ നമ്മൾ കുറേ ദിവസം കുടുങ്ങിപ്പോകും. കാരണം അടുത്ത ദ്വീപിലേക്ക് പോകണമെങ്കിൽ വെസലുകൾ വരണം, കപ്പലുകൾ വളരെ കുറവാണ്. ആ നാട്ടിലെ ജനത ഒരുപാട് എന്താ പറയണ്ടേ ബുദ്ധിമുട്ട് അനുഭവിച്ച ഒരു ജനതയാണ്. ഞാൻ പോയ സമയത്താണ് അവരെ കുറേ സംഭവങ്ങളെല്ലാം വന്നുകൊണ്ടിരിക്കുന്നത്, കുറേ സ്ട്രൈക്കും കാര്യങ്ങളെല്ലാം. അപ്പോൾ എനിക്ക് തോന്നുന്നത് ചിലപ്പോൾ, പക്ഷെ അതൊന്നും ബാധിക്കാത്ത ഒരു കൂട്ടം ജനങ്ങൾ ഇന്ത്യയിൽ ഏറ്റവും പോസിറ്റീവ് എനർജി എടുക്കുന്ന സ്ഥലങ്ങൾ നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ അതിലൊന്ന് ലക്ഷദ്വീപാണ്, 2 കാശ്മീരാണ്. ഈ 2 സ്ഥലങ്ങളിലും നമുക്ക് കിട്ടുന്ന ഒരു എന്താ പറയുക ഒരു വ്യത്യസ്തമായിട്ടൊരു സാധനം ഉണ്ടല്ലോ. മനുഷ്യന്മാർ തന്നെയാണ് മെയിൻ. പക്ഷേ പിന്നെ നമ്മൾ ആഗ്രയിലെ ഫത്തേപൂർ സിക്രി, ഞാൻ എപ്പോൾ ആഗ്രയിൽ പോയാലും താജ്മഹലിൻ്റെ അടുത്ത് ഒരു ഫോട്ടോ എടുത്ത് നേരെ ഓടിപ്പോവാൻ ഫത്തേപൂർ സിക്രിയിലാണ്. ആടെ ഇരിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു മുഗൾ എന്ന് പറയുന്ന ഒരു സംഭവം, എനിക്ക് തോന്നുന്നു മുഗളന്മാരില്ലെങ്കിൽ ഇന്ത്യയിലെ ഏകദേശം ഒരു 75% ചരിത്രങ്ങൾ നമുക്ക് പറയാനില്ല. ശരിയാണ്, ചേരന്മാരുണ്ട്, ചോളന്മാരുണ്ട്, ദ്രാവിഡർ, പുസ്തകത്തിൽ പഠിച്ച എല്ലാ സാധനങ്ങളും ഉണ്ട്. പക്ഷെ മുഗളന്മാർ എന്ന് പറയുന്ന ഫുഡ് എവിടെ തിരിഞ്ഞു നോക്കിയാലും ഇവരെ ഫുഡാണ്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങളായിക്കോട്ടെ, ഡ്രസ്സുകളായിക്കോട്ടെ, അതിലെല്ലാം കയറി വരുന്നത് ഇവരാണ്. അപ്പോൾ ഉസ്ബെക്ക് എന്നാണ് ശരിക്കും പറഞ്ഞാൽ ഇവർ വരുന്നത്. ഉസ്ബെക്കിൽ പോയ സമയത്ത് ഉസ്ബെക്കികൾ നമ്മൾ ഇന്ത്യ എന്ന് പറയുമ്പോൾ അവർ പറയും നമ്മളെ വാപ്പാൻ്റെ വാപ്പയെല്ലാം പണ്ട് അവിടെ വന്നിനോ. അപ്പോൾ എനിക്ക് തോന്നി അത് അക്ബറിനെ കൊണ്ടും ഷാജഹാനെ കൊണ്ടും അവർ പറയുന്നതെന്നുള്ള. അപ്പോൾ അങ്ങനെ ഓരോ പിന്നെ ഈ 3 പോസിറ്റീവ് എനർജി കിട്ടുന്ന സ്ഥലങ്ങളാണ് ഇന്ത്യയിൽ ഏറ്റവും ഭയങ്കര ബെസ്റ്റ് ആയിട്ട് സ്ഥലം. പിന്നെ ഡിഫിക്കൽട്ടി നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ ഓൾ ഇന്ത്യയിൽ ഞാൻ പറഞ്ഞ റോത്തങ് ബാസ് ആണ്. ലക്ഷദ്വീപിന് അവിടുത്തെ യാത്ര ചെയ്യാനുള്ള ബുദ്ധിമുട്ട് അതൊരു ഭയങ്കര, കാരണം 25 ദിവസത്തെ പെർമിറ്റ് കൊണ്ട് എങ്ങനെയാണ് 10 ദ്വീപ് കണ്ടു തീർക്കുക. ഒരു ദ്വീപിൽ പോയാൽ മിനിമം ആഴ്ചയിൽ 1-2 വരുന്ന വെസലാണ്, അത് ടിക്കറ്റ് കിട്ടിയെങ്കിൽ പോകാനും പറ്റില്ല. അപ്പോൾ അങ്ങനെ അതൊരു ഭയങ്കര ഒരു എന്താ പറയുക. എനിക്ക് അത് ഒരു ദിവസം ബിത്ര എന്ന് പറയുന്ന ഏറ്റവും ചെറിയ ദ്വീപിലേക്ക് കിൽത്താനിലുള്ള ഒരു ഫാമിലിന്റെ കൂടെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യം അവസാനം ഒരു ബോട്ടിൽ പോയി. ഞാൻ കയറുമ്പോൾ തന്നെ അശ്വതനും ഷാത്തലിമേൽ ഫുള്ള് ജൽദി പഠിച്ചവനെ എൻ്റെ മക്കൾ തന്നെ കാണാൻ കഴിയില്ല എന്ന് വിചാരിച്ച് അങ്ങനെ ഇരുന്നിട്ടാണ് പോയത്. പക്ഷെ അത് 5 മണിക്കൂർ ഒരു വല്ലാത്തൊരു യാത്രയാണ്. എന്തുപറ്റി? അതെന്ന് വെച്ചാല് അതൊരു ബോട്ടാണ്, ഇങ്ങനത്തെ ഒരു ബോട്ട്. തിരകള് കയറി ഇറങ്ങുക അതാണ്. അതായത് ഈ തിരയും മറ്റേ വെള്ളവും നമ്മളെ ഇതിന്റെ ബോട്ടിനുള്ളിൽ കയറുന്ന പോലത്തെ ഫീൽ. ഇത് ഇങ്ങനെ പോവാണ്. അപ്പോൾ നിങ്ങൾ ഇവിടെ വെച്ചിട്ട് കൈ വെച്ച് നോക്കുകയാണെങ്കിൽ മറ്റേ 110 സ്പീഡിൽ അടിക്കുന്നുണ്ട് ഇവിടുന്ന് കൈ. ഭയങ്കര ഒരു എക്സ്പീരിയൻസ്. ഇവർക്കൊരു കൂസലുമില്ല. പക്ഷെ ലക്ഷദ്വീപിന്റെ ഒരു ഗുണം എന്ന് വെച്ചാൽ ഇന്നേ വരെ ആ നാട്ടിൽ ഒരു വ്യക്തി പോലും മുങ്ങി മരിച്ചിട്ടോ ബോട്ട് മറിഞ്ഞിട്ടോ അപകടങ്ങളില്ല. ലോകത്ത് ഏറ്റവും കൂടുതൽ കാവലുള്ള ഒരു നാടാണ് ലക്ഷദ്വീപ്. അടുത്ത മനുഷ്യന്മാരങ്ങനെയാണ്. ഞാൻ ഇപ്പോഴും എനിക്ക് എവിടെ പോയാലും ലക്ഷദ്വീപ് എൻ്റെ മനസ്സിൽ എപ്പോഴും ഞാൻ കൊണ്ടെടുക്കുന്ന ഒരു സ്ഥലമാണ്. അവിടെ എന്തെങ്കിലും ചിത്രങ്ങളുണ്ടെങ്കിൽ നമുക്ക് ഷെയർ ചെയ്യാം. അത് കണക്കൊന്നും ഞാൻ അന്നേരം ജസ്റ്റ് ഇൻസ്റ്റ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ആടെല്ലാം പോകുന്നത്. പിന്നെ ഞാൻ ഈ പോസ്റ്റിംഗ് വളരെ കുറവാണ്. ഇപ്പം നിങ്ങൾ ധന്യ വർമ്മ എന്നെ കാണുന്നത് എൻ്റെ ഇൻസ്റ്റയിലൂടെ ആയിരിക്കും. പക്ഷെ ഞാൻ ചെയ്ത യാത്രയുടെ 2% മാത്രമേ ഞാൻ എൻ്റെ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്തിട്ടുള്ളൂ. ബാക്കി 98% ഞാൻ അനുഭവിച്ചതാണ്, എൻ്റെ സോൾ അനുഭവിച്ചതാണ്. അതെനിക്ക് കിട്ടിയ എനർജിയാണ്. അത് എത്ര വെച്ചിട്ട് ഞാൻ ക്യാമറയിലോട്ട് പുറത്താക്കി. എനിക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട് പിന്നെ അതങ്ങനെ വെക്കും. പോസിറ്റീവ് കാര്യങ്ങളെ പറയാൻ ആഗ്രഹിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞാലും തന്നെ ഞാൻ ഏറ്റവും പേടിപ്പിച്ച ഏതെങ്കിലും ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ നാജി? തീരെ പേടിയില്ലാത്ത ഒരാളാണെന്ന് എനിക്കറിയാം. എന്നാലും അതിൽ പറയുമ്പോൾ നമ്മൾ കുറെ സ്പിരിച്വലിലേക്ക് പോകേണ്ടി വരും. ആൾക്കാർ തമാശയാക്കും. പക്ഷെ സൗദിയിൽ യാത്ര ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് ആദ്യമായിട്ട് അങ്ങനത്തെ ഒരു നമ്മൾക്ക് ഒരു സ്പിരിച്വൽ സാധനം. ശരിക്കും പറയാം എൻ്റെ യാത്ര ഞാൻ ഒറ്റക്ക് തീർത്തതല്ല. എന്നെ കുറെ ആളുകൾ ഇങ്ങനെ ഇങ്ങനെ കൊണ്ടുവരാം. അല്ലെങ്കിൽ ഈ അഫ്ഗാനിലെല്ലാം പോയ ഒരാൾ എങ്ങനെ തിരിച്ചു വരും? ഒരിക്കലും അതാണ് അഫ്ഗാനിസ്ഥാൻ പോലെ ഒരു അഫ്ഗാനി മാത്രമല്ല, രാത്രികൾ ഡ്രൈവ് ചെയ്യുമ്പോൾ ഒന്നാമത് 2-വേ റോഡാണ് ഈ സൗദിയിൽ മുഴുവനും, ലൈറ്റുകൾ ഉണ്ടാവില്ല. അപ്പോൾ പിന്നെ എതിർന്ന് വരുന്ന ആൾക്കാർ ഞാനും തമ്മിൽ നമ്മൾ വിചാരിക്കും ഇയാൾ എൻ്റെ റൂട്ടിലാണോ ഇവരെൻ്റെ റൂട്ടിലാണോ. ലൈറ്റുകൾക്കൊരു പരിപാടി ഉണ്ട്. അതുപോലെ
നട്ട വെളിച്ചത്തിൽ നമ്മൾ യാത്ര ചെയ്യുന്ന നേരവും ഈ ഒയാസിസ് ഒരു സാധനം ഇല്ലേ, അത് കാണുമ്പോൾ നമുക്ക് ഈ 2 വണ്ടികൾ ഒരേ റൂട്ടിലാണോ എന്ന് അങ്ങനെയാണ് കൺഫ്യൂഷനിൽ ആക്സിഡന്റ് വരുന്നത്. അപ്പോൾ അങ്ങനത്തെ കുറേ സംഭവങ്ങൾ നടക്കുന്നതാണ്. സൗത്തിലാണ് ഏറ്റവും കൂടുതൽ പിന്നെ GCCയിൽ അപകടങ്ങൾ നടക്കുന്നത്. പക്ഷെ അവിടെ നിന്നെല്ലാം ഞാൻ എന്താ പറയുക, ഒരാളിങ്ങനെ എടുത്തെടുത്ത് കൊണ്ടുപോയി തിരിച്ചു വരിക, അധികം രാത്രിയാണ് ഡ്രൈവ് ചെയ്യാം. അപ്പോൾ ശരിക്കും അങ്ങനത്തെ ഒരു സാധനം എനിക്കിങ്ങനെ ഫീൽ ചെയ്യും. എൻ്റെ കൂടെ ആരും, ഞാൻ ഒറ്റയ്ക്ക് വർത്താനം പറയുന്ന ആളാണ്. ഞാൻ രാത്രിയിൽ ഡ്രൈവ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒറ്റയ്ക്ക് സംസാരിക്കും. അപ്പം എന്നെ ആരോ കേൾക്കുന്നുണ്ട്, മൂളുന്നുണ്ട് എന്നുള്ളൊരു ചിന്ത വരാൻ തുടങ്ങി. പിന്നെ കുറച്ച് ആലിമായ ആൾക്കാരോട്, പണ്ഡിതന്മാരോട് ചോദിച്ചപ്പോൾ എൻ്റെ കൂടെ ഒരു സാധനം ഉണ്ട്, ആ സാധനം എന്നെ കൊണ്ടുവന്നതാന്ന് അവർ പറയുമ്പോൾ ഞാൻ ഉദ്ദേശിച്ചതും അവർ സെയിമാണ്. പക്ഷെ എനിക്ക് ഉപദ്രവങ്ങൾ ഇതുവരെ കിട്ടിയിട്ടില്ല. എന്നെ എപ്പോഴും ഇങ്ങനെ, അതായത് യാത്രയിൽ അങ്ങനെ ഫുൾ എമൗണ്ട് കൊണ്ട് ചെയ്ത യാത്രയല്ല. ഞാൻ UAE നിന്ന് 200 ദിർഹംസും കൊണ്ട് ഇറങ്ങിയ ആളാണ്. ആ 200 ദിർഹംസിൽ ഇറങ്ങിയ ആളാണ് ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ ഇത്രയും കഴിഞ്ഞിട്ട് വന്ന് നിൽക്കുന്നത്. അതന്നെ പറഞ്ഞത്, അത് ഒരു സാധനത്തിന്റെ ഒരു സാധനം കൊണ്ടാണ് നമ്മളിങ്ങനെ ഇപ്പൊ എല്ലാവരും ഈ ഒരു ഉദ്ദേശത്തോടെ, അല്ലെങ്കിൽ പൈസ ഉണ്ടാക്കണം ആ ഒരു ഉദ്ദേശത്തോടെയാണ് പലപ്പോഴും യാത്രയ്ക്ക് തിരിക്കുന്നത് തന്നെ. നാജി പറയുമ്പോൾ എനിക്ക് അതിശയം തോന്നി 200 ദിർഹം കൊണ്ട് യാത്ര തുടങ്ങുക. കാരണം യാത്രയോടുള്ള സ്നേഹം തന്നെയാണ് നമ്മള് നീയത്ത് പോലെയാണ്. നമ്മള് മുസ്ലിങ്ങൾ പറഞ്ഞ നീയത്ത് എന്താണോ അതാണ് നമ്മൾ ബർക്കത്ത്. നീയത്തിൽ എന്താണോ നമ്മൾ വിചാരിക്കുന്നത് അത് ഇപ്പൊ നമ്മൾ പറയില്ലേ, നീയത്ത് എന്ന് പറഞ്ഞാല് അല്ല, അതിന്റെ മലയാളം എനിക്ക് അറിഞ്ഞൂടാ. നീയത്ത് എന്ന് പറഞ്ഞാൽ എന്താ പറയുക പറയാ, ഉദ്ദേശം. അതന്നെ, യെസ്, ഓക്കെ അതന്നെ. പക്ഷെ സംഭവം സത്താണ്. അപ്പൊ അതാണ് ശരിക്കും നീയത്ത് പോലെ വർക്കത്ത് നമ്മൾ പറയും. അതാണ് ശരിക്കും പോലെ എൻ്റെ യാത്രയിൽ എനിക്ക് കിട്ടിയത്. ഓരോ സമയവും പൈസ ഇല്ലാണ്ട് നിൽക്കുന്ന സമയത്ത് ഞാജി അടുത്ത് ശരിയാവും, നീ മുന്നോട്ട് പോകുന്നതിനൊരു സാധനം ഇങ്ങനെ ഉന്തി കൊണ്ടുപോകാം. ഞാനൊരു 4 ദിവസത്തേക്ക് ഫുഡ് കഴിക്കാണ്ട് നിന്നിട്ടുണ്ട്. ഉള്ള പൈസക്ക് ഞാൻ മാക്സിമം എൻ്റെ പെട്രോളിൻ്റെ പൈസ, കാരണം വണ്ടിക്ക് എണ്ണ അടിച്ചാൽ എനിക്ക് എവിടെ വേണമെങ്കിൽ പോവാം, വണ്ടിൻ്റെ ഉള്ളിൽ കടന്നുറങ്ങാം, വീടിൻ്റെ ആവശ്യമില്ല. പിന്നെ കുറേ ലോക്കൽസിൻ്റെ വീട്ടിൽ നിൽക്കാൻ പറ്റും. റഷ്യയിലെല്ലാം എനിക്ക് തോന്നുന്നു ഞാൻ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിലൂടെ ഞാനൊരു 3 ദിവസം ഡ്രൈവ് ചെയ്തതിന്. 3 ദിവസം ആളുകളില്ലാണ്ട് അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് ഒന്നാമത് റഷ്യയിലുള്ള നേരം തോന്നത്തില്ല ഇങ്ങനത്തെ. അതാ ഞാൻ പറഞ്ഞത്, എൻ്റെ മനസ്സിൽ നിന്ന് പേടി എന്ന് പറഞ്ഞ സാധനം ഓൾറെഡി എടുത്ത് ചാടിയിട്ടുണ്ട്, പോയിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പൊ എനിക്ക് എവിടെ പോയാലും ചാടാന്ന് പറഞ്ഞാല് ആ ചാടലല്ല, അത് പോയി കളയലാണ്. അപ്പൊ അതുകൊണ്ട് എനിക്കത് ഒരു വിഷയമല്ല. പിന്നെ നമ്മളെ മൈൻഡിലും നമുക്ക് അങ്ങനത്തെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള മൈൻഡിലുള്ള ആൾക്കാർക്ക് മാത്രമേ ഇങ്ങനെ കുറെ ഇങ്ങനെ ഈ സഫറായിട്ട് ഇങ്ങനെ പോകാൻ പറ്റൂ. അല്ലാണ്ട് ഈ ഇപ്പൊ എല്ലാവരും യാത്ര ചെയ്യുന്നുണ്ട്, ഫ്ലൈറ്റിൽ പോയി 2 സെൽഫി എടുക്കുന്നതല്ല എൻ്റെ യാത്ര. എൻ്റെ യാത്ര എന്ന് പറഞ്ഞാൽ ഞാൻ അതിലേക്ക് ഇറങ്ങിയിട്ട് പിന്നെ നമ്മൾ ആ യാത്ര തീരുമ്പോൾ മാത്രമേ തിരിച്ച് വേണ്ട ഒരു മനുഷ്യനായിട്ട് നമ്മൾ തിരിച്ചു വരുള്ളൂ. പക്ഷെ ഇതിലങ്ങ് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മളെ വീട്ടുകാരെ കാണുന്നില്ല, ഉമ്മാനെ കാണുന്നില്ല, മാപ്പിളിനെ കാണുന്നില്ല, ഹസ്ബൻഡിനെ കാണുന്നില്ല, മക്കളെ കാണുന്നില്ല, വീട്ടുകാരില്ല. പിന്നെ നമ്മളെ ലോകം ഈ കാണുന്ന ഈ ചുറ്റിലുള്ള ഈ പോസിറ്റീവ് എനർജി ആയിരുന്ന മനുഷ്യന്മാർ മാത്രമാണ്. അവരാണ് ശരിക്കും പറഞ്ഞാൽ എൻ്റെ യാത്രകൾ എന്നെ ഇങ്ങനെ എന്താ പറയുക വലിച്ചു കൊണ്ടുപോയത്. എന്നാലും നാജി, നമ്മൾ ഈ ഇപ്പം പറയുകയാണെങ്കിൽ എത്രയോ സെക്ഷൽ അസോൾട്ട്സ് നടക്കുന്നു, റേപ്പ് കേസസ് ഉണ്ടാവുന്നു. ഇപ്പം ബാക്കിയുള്ള കാര്യങ്ങളൊന്നും നമ്മൾ പേടിച്ചില്ലെങ്കിൽ പലപ്പോഴും ഒരു സ്ത്രീയായിട്ട് തനിച്ച് യാത്ര ചെയ്യുമ്പോൾ ഇങ്ങനത്തെ ക്രിമിനൽ സംഘങ്ങളോ ആൾക്കാരോ ഉണ്ടാവാതിരിക്കില്ല എന്ന് നമുക്ക് തീർത്ത് പറയാൻ പറ്റില്ല. അങ്ങനെ എപ്പോഴെങ്കിലും ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ അവിടെ നിന്ന് നാജിക്ക് ഇറങ്ങി ഓടേണ്ടി വന്ന ഒരു സ്ഥിതി, അല്ലെങ്കിൽ ഒരു എനർജി കറക്റ്റ് കിട്ടുന്നില്ല, എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടോ? ടു പ്രൊട്ടക്ട് യുവർസെൽഫ് യു ഹാഡ് ടു ഡു സംതിങ്? അങ്ങനെ ഒന്നുമില്ല. ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഇപ്പോൾ ഇങ്ങനെയുള്ള പേടിച്ച് ചിരിക്കുന്നതാണെങ്കിലും ഞാൻ ഇതിൽ ഇറങ്ങൂല. അതെ. പക്ഷെ ഞാൻ എപ്പോഴും ഒരു പോസിറ്റീവ് കാര്യങ്ങൾ മാത്രം ചിന്തിക്കുന്ന ഒരാളാണ്. ഇനിയിപ്പോൾ എൻ്റെ വണ്ടി വയലായാലും ഞാൻ അവിടെ ഇരുന്ന് കൂളായിരിക്കും. തുർക്കിയിൽ നിന്ന് വണ്ടി ചെക്കായി, വണ്ടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് സ്പാർക്ക് പ്ലഗിന്റെ ഒരു ഇഷ്യൂ വന്നിട്ട് പിന്നെ വണ്ടി ഓടിയില്ല. അപ്പൊ ഞാൻ എന്താക്കി, വണ്ടി സൈഡാക്കിയിട്ട് ഞാൻ പിന്നെ കുറച്ച് സമയം ഇങ്ങനെ ക്യാമറ ഓണാക്കി മോളിൽ നിന്ന് അതിങ്ങനെ കാറ്റത്തില്ല വണ്ടി നിന്ന് ഞാൻ ആ റോഡ് മുന്ന് ഉരുണ്ട് താഴേക്ക് വന്ന് വീണ്ടും കയറി. ഇത് ഇങ്ങനെ ഒരാളിങ്ങനെ നോക്കുന്നത്, ഞാൻ അറിയുന്നത് നോക്കുന്ന അറിയാം. അപ്പോൾ അയാൾ എന്താ പ്രശ്നം? ഞാൻ പറയും ഇങ്ങനെ വണ്ടി. അപ്പോൾ അയാൾ ചോദിക്കാം, നിങ്ങളെ വണ്ടി ഇങ്ങനെ വടക്കാരി നിങ്ങൾ ഇത്ര കൂള്. ഞാൻ പറയാം എന്ത് ചെയ്യാൻ പറ്റണം, ഇതൊരു വൈബാണ്, നമ്മളെല്ലാം അനുഭവിക്കണം. വെറും ഒരു പോസിറ്റീവ് മാത്രം, നെഗറ്റീവ് വന്നാലും അതിന് പോസിറ്റീവ് കണ്ട് നമ്മൾ എടുക്കണം. അങ്ങനെ കുറേ വണ്ടികൾ കൈ കാണിച്ച് അവസാനം ഒരാൾ വന്നിട്ട് $500 പറഞ്ഞു. സത്യം പറഞ്ഞാൽ അന്നേരം എൻ്റെ അടുത്ത് പോക്കറ്റിൽ 5 പൈസ ഇല്ലായിരുന്നു. അപ്പോൾ ഇയാൾ പറഞ്ഞു വേണ്ട. ഒരാൾ വന്നിട്ട് പറഞ്ഞു ഞാൻ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ചെയ്തുതരാം. അപ്പോൾ കുട്ടികൾ പോലും ആ ചെയ്തെന്ന ആൾക്കാർ പോലും എൻ്റെ അടുത്ത് പൈസ വാങ്ങിയിട്ടില്ല. പിന്നെ നിങ്ങൾ പറഞ്ഞ നെഗറ്റീവ് സാധനങ്ങളില്ലേ, എൻ്റെ ഏതൊരു വൃത്തികെട്ട ഒരാളും എൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ അയാൾ പിന്നെ എൻ്റെ ആളായി. അത് നമ്മൾ വർത്താനത്തിൽ നമ്മളെ എനർജി കൊടുത്ത് അയാളെ വശത്താക്കുക എന്ന് പറയും. പക്ഷെ അത് ഓട്ടോമാറ്റിക് അങ്ങനെ സംഭവിക്കും. കാരണം നമ്മളെ ഇൻറ്റൻഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ആൾക്കാർ മിങ്കിൾ ചെയ്ത് പോവാണ്. അപ്പോൾ അവർ നമ്മുടെ അടുത്ത് വേഗം വന്ന് ചേരും. ഈ ചേരലും കൂടലുമാണ് ശരിക്കും പറഞ്ഞാൽ യാത്രയുടെ വേറെ ഒരു
ഇതാക്കി മാറ്റുന്നത്. ഏറ്റവും സുന്ദരന്മാരായ ആണുങ്ങൾ ഏത് കൺട്രിയിലാണ് കണ്ടിട്ടുള്ളത്? അത് ഞാൻ സത്യം പറയാം ഇന്ത്യ തന്നെയാണ് കേട്ടോ. അത് നമ്മള് ഇന്ത്യയിൽ കേരളം എന്ന് വേണമെങ്കിൽ എടുത്ത് പറയണം. ഞാൻ അങ്ങനെ പറയുന്നല്ല, സത്യമാണ്. കാരണം നമുക്ക് ഈ മലബാർ മിക്സ്, നമ്മൾ ഈ കേരളത്തിൽ കുറേ ഈ പറയുന്ന ഗൾഫിൽ നിന്ന് കുറെ ആൾക്കാർ പണ്ട് വാസ്കോഡ ഗാമ കപ്പലിറങ്ങി വന്നപ്പോൾ ഈ പറയുന്ന ഏടെങ്കിലും എല്ലാം അയാളെ ജീവനിലും ഉണ്ടാവും. ഇവര് ബത്തൂത്ത വരെ എന്താ പറയണ്ട യാത്ര ചെയ്ത് വന്നിട്ട് കുറെ ഭാഗങ്ങളിൽ പോയി എന്നെല്ലാം പറയുന്നുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നത് നമ്മുടെ നാട്ടിൽ തന്നെ ഏറ്റവും നല്ല ആളുകളുള്ളത് ഈ തുർക്കിക്കാരും ഭയങ്കര സ്റ്റൈലാണ്, അവരെ താടി ഭയങ്കര മുഞ്ചാണ്, അതുപോലെ ഇറാനികളും സ്റ്റൈലന്മാരാണ്. പക്ഷെ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ കേരളത്തിലെ ആൾക്കാർ വേറെ ഒരു വല്ലാത്തൊരു, പെൺകുട്ടികളാണെങ്കിലും ശരി ആൺകുട്ടിലാണെങ്കിലും ശരി സത്യമാണ്. അത് ഞാൻ പറയുള്ളതാണ്, അത് അങ്ങനത്തെ. ഈ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ ക്യാരി ചെയ്യേണ്ട 3 സാധനങ്ങൾ, ഇതില്ലാതെ നമ്മൾ യാത്ര ചെയ്യാൻ പാടില്ല. ഒന്ന് ഓഫ് കോഴ്സ് പാസ്പോർട്ട്, അതല്ലാതെ നമ്മുടെ കയ്യിൽ വെക്കേണ്ട 3 സാധനങ്ങൾ. അത് പറഞ്ഞിപ്പോ ഞാൻ യാത്ര ചെയ്യുമ്പോൾ എനിക്ക് വേണ്ട സാധനങ്ങൾ എനിക്ക് പറയാൻ പറ്റും. പക്ഷെ ഈ ഞാൻ പറഞ്ഞ സാധനങ്ങൾ എല്ലാവരും കൂടി ഉണ്ടാവണമെന്നില്ല. ഈ കണക്ട് എന്ന് പറയുന്നത്, ഞാൻ പാസ്പോർട്ട് എന്ന് പറയുമ്പോൾ അത് നിങ്ങൾ പറയുന്നത് മറ്റേ ഡിപ്ലോമാറ്റിക് ആയിട്ട് അങ്ങനത്തെ സാധനം ആയിരിക്കും. അല്ലാണ്ട് ഒരൊറ്റ മൈൻഡ് എന്ന് പറഞ്ഞ സാധനമുണ്ട്, അല്ലെങ്കിൽ സ്ട്രോങ് മൈൻഡ്, അത് അത്യാവശ്യമാണ്. ഞാനെല്ലാം കുറേ സ്ഥലത്ത് വണ്ടി വെച്ച് ഇങ്ങനെ കരയും. നമ്മളൊക്കെ ഇങ്ങനെ കുറേ എന്താ പറയുക വികാരങ്ങൾ ഇങ്ങനെ വന്ന് പോയിക്കൊണ്ടേയിരിക്കും. അതിലത്തെ അധികവും വരെ കരച്ചിലാണ്. ഒന്നുമില്ല, വെറുതെ കരയും. അത് ഞാൻ പറഞ്ഞില്ല, നമ്മൾ മനസ്സ് അത് പോയി അവസാനം ഒരു തൂവലിൻ്റെ പോലും ശക്തി ഇല്ലാണ്ടായി പോകും. അതാണ് യാത്ര എന്ന് പറഞ്ഞാൽ മനുഷ്യന്മാരെ ഭ്രാന്താക്കുന്നൊരു സാധനമാണ്. ഒരു വന്ന ഒരാളോട് ഒരു ക്രൂരത ചെയ്യാൻ തോന്നൂല. എൻ്റെ മനസ്സ് പണ്ടേ ഭയങ്കര സ്ട്രോങ് ആണ്, ഞാൻ ഒരു ധൈര്യമാണ്. പക്ഷേ പണ്ടേ എനിക്ക് കൈൻഡ് ഭയങ്കര കൂടുതൽ എല്ലാവരോടും. പക്ഷെ ഞാൻ ഉള്ളതിപ്പോൾ ഒരാൾ എന്ത് പറയാൻ എനിക്ക് താങ്ങാൻ പറ്റാത്ത കുളത്തിലേക്ക് നമ്മൾ റിയലിൻ്റെ മുകളിൽ നിന്ന് വീണ്ടും റിയലായി നമ്മൾ എന്തോ ഒരു സാധനമായി പോകുന്നതാണ് ഈ റോഡ് ട്രിപ്പ്, ലോങ് ആയിട്ട് പോകുന്ന സംഭവങ്ങൾ. പിന്നെ ഞാൻ അധികവും വളരെ ലോല ആൾക്കാരടുത്ത് ഞാൻ എത്തിപ്പെടുക. ഞാൻ ഗൂഗിൾ മാപ്പിൽ പോലും ഇല്ലാത്ത സ്ഥലങ്ങളിൽ ഞാൻ എത്തിപ്പെടും. തുർക്കിയിലെല്ലാം നമുക്കൊന്ന് രാത്രികളിൽ ഞാൻ ഇതുപോലെ വഴി തെറ്റി നിന്നിട്ടുണ്ട്. തുർക്കിയിൽ അധികം കാടുകളാണ്, അതിൽ ചില സ്ഥലത്ത് മാത്രമേ സിറ്റീസ് ഉള്ളൂ. അപ്പം എണ്ണ തീർന്നിട്ട് വൈക്കായിട്ടുണ്ട്, അതുപോലെ പിന്നെ എന്താ പറയുക വഴി തെറ്റിയിട്ട് വൈക്കായിട്ടുണ്ട്. ചിലപ്പോൾ നെഗറ്റീവ് നമ്മളെ കൊണ്ടുവന്ന് നോക്കുമ്പോൾ ഈ പോസിറ്റീവ് എനർജി നമ്മൾ തിരിച്ച് നമ്മുടെ റൂട്ടിലേക്ക് ട്രാക്കിലേക്ക് എത്തിക്കും. അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ. അപ്പോൾ ഈ പോസിറ്റീവ് എനർജി എപ്പോഴും പറയുന്നുണ്ട്, ഇത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി എന്താ ചെയ്യുന്നത് നാജി? ഒന്നുമില്ല, നമ്മൾ പ്രാർത്ഥിക്കാറുണ്ടോ? നിസ്കാരം എന്ന് പറയുന്ന സംഭവം എന്തായാലും 24 hours ഉണ്ട്. പിന്നെ നമുക്ക് 5 നേരമാണ് അതുള്ളത്. പിന്നെ മുസാഫ് ഉണ്ട് കയ്യിൽ. ഞാൻ ഈ സൗദി പോയ സമയത്ത് അവിടെ നിന്ന് ഒരാൾ എനിക്ക് ഒരു മുസാഫ് വന്നു, ഒരു ചെറിയ മുസാഫ്. പിന്നെ മുസാഫ് എന്ന് പറയുന്നത് നമ്മൾ ഈ ഖുറാനില്ലേ, ഖുറാൻ. അതുപോലെ ഖത്തറിൽ പോയപ്പം ഒരു ഒരു ഖത്തറിയാണ്, 32 തന്നിട്ട് പറഞ്ഞു ഇത് മതി എനിക്ക് യാത്ര പൂർത്തിയാക്കാൻ അവർ തന്നു. അതിൻ്റെ അടുത്ത് ഇപ്പോഴും ഉണ്ട്, അതെൻ്റെ വണ്ടിയിൽ ഇപ്പോഴും ഉണ്ട്. റോസ് കളർ ഒരു മുസാഫാണ്, അത് വേർത്തിനൊരു ഇതാണ് കാണാൻ വേണ്ടി. പിന്നെ സൗദിയിൽ നിന്ന് ഒരു സൗദിക്കാരൻ എനിക്കൊരു തസ്ബിയ തന്നു. തസ്ബിയ എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ തസ്ബീ ചെല്ലുന്നൊരു സാധനമാണ്. അത് അന്ന് ഇന്നും ഇപ്പം എൻ്റെ വണ്ടിയിലുണ്ട്. അതെല്ലാം തന്നെയായിരിക്കും ചിലപ്പോൾ എൻ്റെ ഇതിനൊരു എന്താ പറയുക ഒരു പോസിറ്റീവായിട്ട് കൊണ്ടുപോകുന്ന സാധനങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാം. ഏറ്റവും നല്ല ഫുഡ് വെച്ചാൽ ഞാനൊരു ഫുഡി അല്ലാത്തതുകൊണ്ട് ഈ ചോദ്യം എനിക്ക് അറിഞ്ഞൂടാ. കാരണം ഞാൻ ഭക്ഷണം ഇല്ലെങ്കിലും പോകുന്ന ഒരാളാണ്. 3 ദിവസം ഭക്ഷണം കഴിക്കാൻ എനിക്ക് തിന്നാണ്ടല്ലേ ജീവിക്കാൻ പറ്റും. അതങ്ങനെയാണ്. വെള്ളം കുടിച്ചാ എനിക്ക് തിന്നാലോ പ്രശ്നം, എനിക്ക് തിന്നാൻ പറ്റൂല. എനിക്കിപ്പോഴും ഭക്ഷണം കയ്യിൽ കണ്ടാലേ ഒരാൾ മിനിമം തിന്ന ഫുഡ് എനിക്ക് തിന്നാൻ പറ്റൂല. പണ്ടേ അങ്ങനെയാണ്. ഇപ്പം യാത്ര ചെയ്ത് ഇപ്പം തീരെ ഇല്ലാണ്ടായി. നിങ്ങൾ എന്നെ കാണുന്നില്ലേ പുതിയ പറന്നു പോകുന്ന കുളത്തിൽ? ഭയങ്കര സ്ട്രോങ് ആയിട്ട് ബിൽഡ് ആയിട്ടുള്ള സ്ട്രോങ് ആണ്. പക്ഷെ എന്നോട് ആൾക്കാർ പറയൂ ഇതെന്താ നീ ഇങ്ങനെ എന്താ ഫുഡ് എനിക്കങ്ങനെ ഞാൻ എന്ത് കിട്ടാൻ തിന്നും, അങ്ങനെയൊന്നുമില്ല. ഇല്ല കിട്ടിയാലും തിന്നും, കിട്ടിയില്ലെങ്കിലും എനിക്ക് കുഴപ്പമൊന്നുമില്ല. അപ്പൊ നമുക്ക് ഈ യാത്രയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ചു വരുമ്പോൾ നമുക്ക് ഇന്ന സാധനം കഴിക്കണം വീട്ടിൽ നിന്ന്. അത് എനിക്ക് മത്തി ഭയങ്കര ഇഷ്ടമാണ്. മത്തി പൊരിച്ച് കിട്ടിയാണ് ഞാൻ ഹാപ്പിയാണ്. ചായപ്പുറം പറയാൻ മുക്കി തിന്ന റെഡിയാണ്. ചായനൊരു മുക്കത്തിട്ടു എനിക്ക് മത്തി പൊരിച്ച ഭയങ്കര ഫേവറേറ്റാ. അത് നമ്മൾ ഈ മിഡിൽ ക്ലാസിന്റെ ഒരു ഇതാണ്. ഇന്നെന്താ മീൻ ഏറ്റവും പ്രോട്ടീനുള്ള മത്തിയിലാടാ, അപ്പോൾ അയക്കൂരയും കൊഞ്ചും വാങ്ങേണ്ട വിലയുടെ മത്തി വാങ്ങേണ്ട പ്ലാനായിരിക്കും. അപ്പൊ അങ്ങനെ പിന്നെ വെച്ചാല് ഈ യാത്ര ഞാൻ ഇറങ്ങി വരാൻ കാരണം എൻ്റെ ഉപ്പയാണ്. എൻ്റെ ഉപ്പ പണ്ട് നാട് വിട്ട് പോയിട്ടുണ്ടായിരുന്നു ചെറുപ്പത്തിൽ. പണ്ട് ആൾക്കാർ പിന്നെ നാട് വിട്ട് പോലോ, ട്രെയിനിൽ കയറി ജോലി അന്വേഷിച്ച് പോകുന്നതാണ്. ജോലിന്റെ ഒന്നുമില്ല, മൂപ്പര് ആ 15 വയസ്സിൽ ഇങ്ങനെ അങ്ങ് വീട്ടിൽ നിന്ന് അങ്ങ് ഇറങ്ങിപ്പോയത്. അങ്ങനെയാണ് മുംബൈ കൊൽക്കത്തനെ കുറിച്ച് മൂപ്പര് അറിയാൻ തുടങ്ങിയത്. അത് ഇങ്ങനെ പറയും. അപ്പൊ അന്നേരമാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ മുംബൈയും കൊൽക്കത്തയിൽ കേൾക്കുന്ന ആ 10 വയസ്സിലൊരു പെൺകുട്ടിയുടെ മനസ്സിൽ മുംബൈയും കൊൽക്കത്തയും വരണമെങ്കിൽ മൂപ്പര് പറഞ്ഞ കഥകളിലാണ്. മൂപ്പര് ഭയങ്കര മുഹമ്മദ് റാഫിന്റെ ഫാനാണ്. മുഹമ്മദ് റാഫിന്റെ ഫാൻ ആയതുകൊണ്ട് തന്നെ
എല്ലാ ആഴ്ചയും ഉപ്പ വന്നു കഴിഞ്ഞാൽ ബഹാരോ ഭൂല് ബർസാവോ അത് അന്നേരം ദേഷ്യം പിടിക്കും. ഇപ്പോഴാണ് ആ പാട്ടിന്റെ കീമത്ത് നമുക്ക് മനസ്സിലാവുന്നത് അത് ആരാന്നും. വലുതായപ്പം ആരാണ് മുഹമ്മദ് റാഫി, എന്താണ് മൂപ്പരെ ഇതെന്നെല്ലാം അറിയുമ്പോഴാണ് ഉപ്പ എന്തുകൊണ്ട് ഫാനായെന്ന് തോന്നിയത്. മൂപ്പര് മരിച്ച സമയത്ത് ഉപ്പ പോയി കണ്ടിട്ടുണ്ടേനും. അധികം ഉപ്പ സംസാരിക്കുമ്പം മുഹമ്മദ് റാഫിനെ കുറിച്ച് പറയാൻ ഭയങ്കര 100 നാവായിരിക്കും. മൂപ്പര് വണ്ടിയിലുണ്ടെങ്കിൽ ഫുള്ളും റാഫിൻ്റെ ഒരു ട്രാക്കായിരിക്കും വണ്ടിയിലുണ്ടാവുക. അങ്ങനെയെല്ലാം കുറേ മൂപ്പരിപ്പം ഇല്ല. എൻ്റെ യാത്രേൻ്റെ ഇടയിൽ മാർച്ചിൽ മൂപ്പര് മരണപ്പെട്ടു പോയി. അപ്പോൾ അതെല്ലാം കുറച്ച് അത് പിന്നെ ഈ പറയുന്ന പിന്നെ ഉപ്പാനെ എല്ലാം ഈ യാത്രയിൽ അധികം ഞാൻ യാത്രയിൽ കരയും ഡ്രൈവ് ചെയ്യുന്ന സമയത്ത്. നഷ്ടങ്ങൾ തന്നെയാണല്ലോ. അപ്പോൾ അതെല്ലാം കൂടി ആയിരിക്കാം ചിലപ്പോൾ നമ്മളിങ്ങനെ ഓക്കെ നീ വാ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഉന്തി കൊണ്ടുപോയിട്ടുണ്ടാവാൻ അതെല്ലാം ഞാൻ വിചാരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയാണ് എനിക്ക് ഇന്ത്യനെ കുറിച്ച് ഭയങ്കര ഇഷ്ടം തോന്നിയത് ഉപ്പാൻ്റെ വർത്തമാനത്തിലോട്ട്. അങ്ങനെയാണ് ഓൾ ഇന്ത്യ പോകാൻ വേണ്ടി ഞാൻ തുടക്കം ഇടുന്നത്. പിന്നെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഒരു ആസ് എ മിഡിൽ ക്ലാസ് ഫാമിലി പിന്നെ ഒരു 500 രൂപ പോലും കൊടുത്ത് ടൂർ പോകാൻ പറ്റാത്ത ഒരു ഫാമിലിത്തെ ഒരാളാണ് ഞാൻ. അപ്പോൾ ഉമ്മ പറയും ഇല്ല ഇത്ര പൈസ കൊടുത്തൊന്നും എവിടെ അയക്കാൻ പറ്റില്ല. അപ്പോൾ ഒപ്പരം പിടിക്കുന്ന കുട്ടികൾ പോകുമ്പോൾ ഞാൻ മാത്രമാണ് പോകാണ്ടിരിക്കുക. അപ്പോൾ ആ ഒരു ഇവൻറ്റ് വന്ന് 10ാം ക്ലാസ് കഴിഞ്ഞ് +2 കഴിഞ്ഞ് അപ്പോൾ പിന്നെ കല്യാണം കഴിഞ്ഞാലും ശരി ഇനി എനിക്ക് എൻ്റെ ഇതിലേക്ക് പോകണം എന്നൊരു ചിന്ത ആ സമയത്ത് എനിക്ക് വന്ന്. അപ്പൊ നൗഷാദിനോട് പറഞ്ഞിരുന്നോ എനിക്ക് യാത്ര ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്? മൂപ്പര് അത്യാവശ്യം യാത്ര ചെയ്യുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ നമ്മളധികം ഈ വർക്ക് നൗഷാദ് അധികം ഇവിടെ പിന്നെ പാരകളിലുണ്ടേനും അതുപോലെ തന്നെ ഈ നമ്മളെ എന്താ ഇപ്പം ഹൈലൈറ്റിലുണ്ടേനും ലുലുവിലുണ്ടേനും. അതുകൊണ്ട് തന്നെ ഈ നാട്ടിലേക്ക് പോകുകയും വരും ചെയ്യാൻ നമ്മൾ കാറിലാണ്. അധികവും ബാംഗ്ലൂർ പോകണം, ഹൈദരാബാദ് പോകണം, ചെന്നൈ പോകണം. ഞാൻ എൻ്റെ മോനെ പ്രസവിച്ചിട്ട് 40ാമത്തെ ദിവസം ഞാൻ നേരെ ഹൈദരാബാദ് പോയിന് കാറിൽ. പ്രസവിച്ചിട്ട് 40 ദിവസം പോകുന്ന വെച്ചാൽ അത് എന്ത് വട്ടായിരിക്കും ശരിക്കും പറഞ്ഞാൽ. അതിൽ പണ്ടേ ഉള്ള സാധനം ഇപ്പം വന്നൊന്നല്ല. അപ്പം നൗഷാദ് അങ്ങനത്തെ ഒരാളായത് കൊണ്ട് തന്നെ എനിക്കത് ഭയങ്കര ഈസിയായിരുന്നു പോകാനും വരാനും. അങ്ങനെ ഡ്രൈവിംഗ് ഭയങ്കര സ്മൂത്തായി മാറി. നൗഷാദ് പറയാറുണ്ട് നൗഷാദിനേക്കാളും നല്ല ഡ്രൈവറാണ്. ഇൻഫാക്ട് പലപ്പോഴും വൈഫ് ഡ്രൈവ് ചെയ്യുന്നതാണ് പുള്ളിക്ക് സന്തോഷവും സമാധാനവും. അതിപ്പാണ് ആദ്യം 2 ഉറങ്ങിയെടുക്കുകയും ചെയ്യണം. കാരണം ഞാൻ ഇപ്പോഴും ഞാൻ കട്ടേ പോകും. ഇപ്പോൾ നിങ്ങളിപ്പോൾ ഇരിക്കുന്നുണ്ടെങ്കിലും എൻ്റെ മൈൻഡ് പല സ്ഥലത്തും ഇപ്പം നിങ്ങൾ ചോദിക്കുമ്പോൾ എല്ലാം ആ ഭാഗത്തിൽ പോയി വരണം എന്നാൽ നമുക്കത് പറയാൻ പറ്റുമോ? ഇവിടെ തന്നെ ഫുൾ ഇരിക്കുമ്പോൾ ഇത് പറയാൻ പറ്റൂല. ഇപ്പൊ അഫ്ഗാനിൽ വിട്ടാ ഇറാനിലെത്തി, ഇറാനും തുർക്കി പിടിച്ചിപ്പം ജോർജിയ വൈപ്പം അസർബൈജാൻ എത്തിയിട്ടുണ്ട് ഇപ്പോൾ. അപ്പോൾ ഞാൻ ഓടിക്കുമ്പോൾ കട്ടാവും. അപ്പം നീ എടുത്ത് തന്നെയാണോ? ഞാൻ പറയാം ഞാൻ എടുത്ത് തന്നെയാണ്. പക്ഷെ നമ്മൾ വണ്ടി കറക്റ്റ് അവിടെ എത്തുകയും ചെയ്യും. അതാണ് ഒരു ഇതിലുള്ള വരുന്നത്. പിന്നെ അതുകൊണ്ട് നമുക്ക് വന്നത് എന്നെ സപ്പോർട്ട് എന്നല്ല, ഓരോ വ്യക്തിക്കും അവരുടെ ഇഷ്ടങ്ങളുണ്ടാവും. അത് ഇഷ്ടങ്ങൾ നമ്മൾ സമ്മതിച്ചു കൊടുക്കുന്നതിനല്ലേ അവർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിൽ തന്നെ ഉമ്മാൻ്റെ വലിയൊരു കഥയാണ്. ഉമ്മ ഞാൻ യാത്ര ചെയ്യുമ്പോൾ 2-5 മക്കളെ നോക്കുന്ന എൻ്റെ ഉമ്മയാണ്. മുപ്പത്തിക്ക് യാത്ര ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ നാട്ടിലെപ്പോൾ വന്നാലും അവരെയും കൊണ്ട് എല്ലാ സ്ഥലത്തും കൊണ്ടുപോകും. അങ്ങനെ കുട്ടികൾ സ്കൂൾ അട്ടാക്കിയിട്ട് അധികം യാത്ര പോകുന്ന ഒരാളാണ്. ഉപ്പാനും ഉമ്മാനെയും കൊണ്ടുപോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്കറിയാം എന്താണ് യാത്ര എന്നുള്ളത്. അപ്പോൾ ഉമ്മ എന്താ പറയുക വെച്ചാൽ ഹലോ ഫോൺ വിളിച്ചാൽ പറയും തീർത്തിട്ട് മാത്രം വന്നാൽ മതി, ഇടയ്ക്കിടയ്ക്ക് വരണ്ട. അപ്പോൾ ഞാൻ ഇതെന്താ വീട്ടിൽ തിരിച്ച് കയറണ്ട കഴിഞ്ഞിട്ട് വന്നതെന്ന് പറഞ്ഞാൽ എൻ്റെ ഉമ്മ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇപ്പോൾ എവിടെയും പോയി ചോദിച്ചാലും ഓക്കെ റെഡിയാണ്, 2 ആൾ റെഡിയാണ്. അങ്ങനെ ആരും എന്നെ പിടിച്ചു വെക്കൊന്നുമില്ല. പിന്നെ എൻ്റെ മക്കൾ ഞാൻ ഇല്ലായിട്ടും കുറേ കാര്യങ്ങൾ മാനേജ് ചെയ്യാൻ പഠിച്ചു. എൻ്റെ ഫ്രണ്ട്സിന്റെ മക്കളെ വെച്ച് നോക്കുമ്പോൾ എൻ്റെ മക്കൾ ഇപ്പം എല്ലാ ഭയങ്കര ഇൻഡിപെൻഡന്റ് ചെയ്യുന്നുണ്ട് എല്ലാം. ഇപ്പം എൻ്റെ മോള് മുടി കെട്ടാണ്ട് ഞാൻ ചെയ്യാൻ തന്നെ ഓള് മുടി കെട്ടുന്നുണ്ട്. അതുപോലെ മറ്റുള്ളവർക്കെല്ലാം അവരെ ഇപ്പോഴത്തെ കുട്ടികളെ സോക്സിലും എടുത്തു കൊടുക്കണം. ഇവർക്ക് എന്ത് ചെയ്യണം ഇവർക്ക് അറിയാം. മൂത്തോട്ടാണെങ്കിലും ചെറിയ മക്കളാണെങ്കിലും അതാണ്. അപ്പോൾ ഉമ്മാൻ്റെതും അതുപോലെ തന്നെ ഉപ്പാൻ്റെതും നൗഷാദിൻ്റെ ആണ് ശരിക്കും പറഞ്ഞാൽ എൻ്റെ യാത്ര എന്ന് പറയുന്നത്. ആ ഒരു കൊളുത്തി ഇങ്ങനെ വെച്ച് പോയ 3 ആൾക്കാർ. പിന്നെ ഒരാളും കൂടി ഉണ്ട് അമ്മുമ്മ. ഉമ്മാവ് പിന്നെ എനിക്ക് തോന്നുന്നത് ഉമ്മാവ് ഭയങ്കര ഈ ഇന്ത്യ ആയിട്ട് അടുത്തൊരാളാണ്. അപ്പോൾ ഇന്ദിരാഗാന്ധിന്റെ കുറെ കഥകള്, ഗാന്ധിജിന്റെ കുറെ കഥകള്, പൊളിറ്റിക്സിൽ ഇങ്ങനെ പറയും ഇരുന്നിട്ട്. മൂപ്പര് പുറത്തേക്ക് ഇറങ്ങൂല, മൂപ്പർക്ക് പോളിയാണ്. അപ്പം വീട്ടിനുള്ളിൽ എപ്പോഴും ഉണ്ടാവുക. അപ്പോൾ പണ്ട് DD നാഷണലാണ്. നമുക്ക് ഏതെങ്കിലും ഒരു കാലം ആഴ്ചയിൽ ഒരിക്കൽ കിട്ടുന്ന ഒരു ശക്തിമാനും ഒരു മൗങ്കുളിയും ഒരു സിനിമയാണ് നമ്മൾ പറയുക ആ ലക്ഷറി. അപ്പോൾ അന്നേരം അധികം ഹിന്ദി ഇതല്ലേ വരാണ്. DD നാഷണൽ അധികവും ഹിന്ദി ഉണ്ടാവും. ഉമ്മാമക്ക് നല്ലോണം ഹിന്ദി അറിയാം. ഇവരെ കൊണ്ട് കിട്ടിയ യാതൊരു ഉപകാരം ഇത് കണ്ട് മൂപ്പത്തി ഹിന്ദി പഠിക്കാൻ തുടങ്ങി. അങ്ങനെ നമ്മളും കുറച്ച് പഠിച്ചു തുടങ്ങി. സത്യം പറഞ്ഞാൽ ഒത്തിരി സഹായിച്ചു. അതുകൊണ്ട് ഉപ്പ കുറെ ഹിന്ദി സിനിമ ഹിന്ദി ഉപ്പ പണ്ട് എന്താ പറയണ്ടേ ഈ ശനിയും ഞായറും ദൂരദർശനിൽ പിന്നെ ഇതിൽ DD നാഷണലിൽ പഴയ സിനിമകളിടും. അപ്പം ഞാനും ഇത്താത്തിയും ചെറുതായിരിക്കും ഉപ്പാൻ്റെ ഒപ്പം ഇരുന്ന് കാണും. ഒരു കുന്തവും മനസ്സിലാവും. പക്ഷെ നമ്മൾ ഇരുന്ന് കാണും.
ചേച്ചിയുള്ളൂ അല്ലേ? ഒരു ഇത്താത്ത ഒരു ആങ്ങളയുണ്ട്. ചേച്ചിയുടെ ആങ്ങളുടെ സ്വഭാവം ഒരുപോലെയാണോ? അവര് രണ്ടാളും ഭയങ്കര കാമാണ്. ഞാൻ നടുക്കുള്ള ഞാനാണ് ബെടുക്ക് എല്ലാവരും പറയുന്നുണ്ട്. ഞാൻ ഭയങ്കര ഒരു ബെടുക്ക് പോലത്തെ സാധനമാണ്. ഈ നടുക്കുള്ള ആളെപ്പോഴും ബെടുക്കാന്ന്. അതെങ്ങനെയാ, നമുക്ക് കുറച്ച് വൈബ്രേഷൻ കൂടുതലായിരിക്കും. ഇവരാണ് ഭയങ്കര പാവം. ഇവര് എന്ത് സംഭവിച്ചാലും ഞാൻ പെട്ടെന്ന് രക്ഷപ്പെടും. പക്ഷെ ഈ അടി ഫുള്ളും കൊണ്ട് ഇവർക്ക് രണ്ടൊക്കെ ആയിരിക്കും. അതുപോലെ അവര് എന്താ പറയാ, സത്യം പറയും. ഞാൻ കുറെ കളത്തിനും പറയും. അന്നേരം ചെറുതില്ലേ ഞാൻ കുറെ കട്ട് തിന്നു, പഞ്ചസാരയും പാൽപ്പൊടിയും കട്ട് തിന്നു. എന്റെ മെയിൻ പണി അതിപ്പോഴും ഞാൻ തിന്നലുണ്ട്. എന്തെങ്കിലും കഴിക്കാൻ ആഗ്രഹം ഉണ്ടല്ലോ ദൈവമേ. അത് ആർക്കും വേണ്ട സാധനം ഞാൻ തിന്നാ. ഞാനിപ്പോഴും കരിയില്ലേ, നമ്മൾ അടുപ്പിൽ ഉണ്ടാക്കുന്ന കരിയില്ലേ, ചോറിലുണ്ടാക്കിയാല് കരി വരൂലേ, അത് ഞാൻ കടിച്ചു വന്നു. എനിക്ക് കരി ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ പെട്രോൾ അടിക്കുമ്പോൾ അത് മണക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. വാർണിഷ് ഇതെല്ലാം കുടിക്കാൻ തോന്നും. നമുക്ക് ബ്ലഡ് ഇല്ലാത്തതാണ്. പിന്നെ വേറെ എന്തോ ഒരു നേരത്തെ പറഞ്ഞ എന്തോ ഒരു സാധനത്തിന്റെ കുറവുള്ളത് അങ്ങനെ. ഓ മൈ ഗോഡ്, ദിസ് ഈസ് സോ ഇൻട്രസ്റ്റിംഗ്. പിന്നെ അടുത്ത ചോദ്യം, ഇനി ഒരിക്കലും ഞാൻ വിസിറ്റ് ചെയ്യാൻ ആഗ്രഹിക്കാത്ത ഒരു സ്ഥലം? അത് ഞാൻ പറയണ അഫ്ഗാനിസ്ഥാൻ തന്നെയാണ്. അത് എൻ്റെ യാത്രേൻ്റെ ഉള്ള മൂഡ് ഫുള്ള് പോക്കിയ രാജ്യമാണ്. ജനങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ലക്ഷദ്വീപിലെയും കാശ്മീരിലെയും ജനങ്ങൾ കൊണ്ട് പറഞ്ഞ ജനങ്ങളാണ് അഫ്ഗാനിലെ. ഇത്രയും നല്ലൊരു ആൾക്കാരെ നമുക്ക് ഇറാനികൾ കഴിഞ്ഞാൽ പിന്നെ അഫ്ഗാനികളാണ് രണ്ടാമത്തെ എൻ്റെ ആ ലിസ്റ്റിൽ ഏറ്റവും നല്ല ആൾക്കാർ. പക്ഷെ താലിബാന്റെ ആ ഒരു ഇൻഫ്ലുവൻസ് ഇതുകൊണ്ട് നശിക്കപ്പെട്ട കുറേ പെൺകുട്ടികളുള്ള ഒരു നാടാണ്. എനിക്കിപ്പോഴും നിങ്ങൾ ചോദിക്കുമ്പോൾ എനിക്ക് കരച്ചിൽ തന്നെ വല്ലാണ്ട് അലട്ടുന്ന ഒരു സാധനമാണ് ഈ പറയുന്ന അഫ്ഗാൻ. ഞാൻ അഫ്ഗാനെ കുറിച്ച് പുസ്തകം എഴുതിയിട്ട് 2 വരിൻ്റെ അപ്പുറം ഞാൻ തീർത്തിട്ടില്ല. ഇപ്പോഴും അതങ്ങനെ വെച്ചിട്ടുള്ളത്. ഒരു പാട്ട് ചെയ്ത് നോക്കിയിട്ട് ഒന്നും എനിക്ക് പറ്റുന്നില്ല. കാരണം ഞാനൊരു ബ്ലോഗറാണെങ്കിൽ ജസ്റ്റ് ഒരു വീഡിയോ എടുത്ത് എനിക്ക് പോവാം. പക്ഷേ ഞാൻ പറഞ്ഞില്ല, എൻ്റെ മനസ്സിങ്ങനെ തകർന്നു പോയൊരു യാത്ര ചെയ്തിട്ട് നമ്മൾക്ക് മനസ്സിങ്ങനെ അലിഞ്ഞു പോയിട്ടുണ്ടാവും. അങ്ങനത്തെ നമ്മൾ അഫ്ഗാനിലെത്തിക്കഴിഞ്ഞാൽ ഞാൻ ആസ് എ പേഴ്സൺ എനിക്കത് ഒരിക്കലും എൻ്റെ മനസ്സിൽ നിന്ന് വിട്ടു പോകാതെ. ഞാൻ അഫ്ഗാനിൽ വന്നിട്ട് 4 മാസം കഴിഞ്ഞ് ശരിക്കും ഉറങ്ങുന്നത് ഞാൻ. അഫ്ഗാനിസ്ഥാനിൽ കണ്ട ഏതെങ്കിലും അതായത് അഫ്ഗാൻ എന്ന് പറയുമ്പോൾ ഒരു ശരിക്കും പറഞ്ഞാൽ ഇരുണ്ട ഭൂഖണ്ഡം നമ്മൾ പറയും ആഫ്രിക്കയാണ്. ഒരിക്കലല്ല, ഇരുണ്ട ഭൂഖണ്ഡം അഫ്ഗാനാണ്. അതൊരിക്കലും ഒരു മെച്ചത്തിലേക്ക് വരാത്തൊരു രാജ്യമാണ്. അതായത് വരണ്ടുണങ്ങിയ ഒരു പ്രകൃതമാണ് ആ ഭൂപ്രകൃതി നോക്കുകയാണെങ്കിൽ ജിയോഗ്രഫിക്കലി ഒന്നുമില്ല അവിടെ. രാവിലെ ആകുമ്പോൾ ഞാനിങ്ങനെ ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ 2 ഭാഗത്ത് അധികവും ഇതായിരിക്കും, മണലുകളുള്ള ഈ മരുഭൂമി ആയിരിക്കും, പിന്നെ ടെറൈൻസ് ആയിരിക്കും. അപ്പോൾ ഈ ചെറിയ മക്കളൊരു ചാക്കു എടുത്തിട്ട് റോഡ് സൈഡിൽ പ്ലാസ്റ്റിക് പെറുക്കി നമ്മൾ മുംബൈയിലും പോയാൽ നമ്മൾ കാണുന്നില്ലേ, അത് നമ്മൾ കുറച്ചേ കാണുന്നുള്ളൂ. ഇത് എല്ലാ മക്കളും സ്കൂളിൽ പോവാണ്ട്, ഇവർക്ക് ഈ സ്കൂള് ഇല്ല, താലിബാൻ വന്നിട്ട് സ്കൂളെല്ലാം ഫുള്ള് ക്ലോസ് ചെയ്ത്. അപ്പോൾ ഈ മക്കൾ രാവിലെ ഒരു ചാക്കു എടുത്ത് റോഡൊന്നും കാണുന്നത് പെറുക്കിയിടുക. ഈ നട്ടുച്ച വെയിലത്ത് ആ 3 വയസ്സിലെ കുട്ടികൾ എത്രമാത്രം നടക്കും, അവർക്ക് വേറെ ചെയ്യാനൊന്നുമില്ല. അതുപോലെ പെൺകുട്ടികളുടെ വിദ്യാഭ്യാസം ഇല്ലാണ്ട് വീട്ടിലിരിക്കുക. താലിബാൻ വരുന്നതിന് മുന്നിലുള്ള ഗവൺമെൻറ് കൊടുത്ത വിദ്യാഭ്യാസത്തിൽ കിട്ടിയ ടീച്ചേഴ്സ് ആണെങ്കിലും ഡോക്ടേഴ്സ് ആണെങ്കിലും ജോലി ചെയ്യാൻ പറ്റാണ്ട്. കാരണം ഇവർക്ക് പെണ്ണുങ്ങളെ മാത്രമേ ചികിത്സിക്കാൻ പറ്റുള്ളൂ, ടീച്ചറാണെങ്കിൽ പെൺകുട്ടികൾ മാത്രമേ പഠിപ്പിക്കാൻ പറ്റുള്ളൂ. താലിബാൻ വന്നതിന് ശേഷം 4 കൊല്ലമായിട്ട് അവിടുത്തെ യൂണിവേഴ്സിറ്റികളും കോളേജുകളെല്ലാം ക്ലോസ് ചെയ്തു. അവരാണ് ഇപ്പോൾ അവിടെ റൂൾ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പോയ വീട്ടിൽ ഞാൻ ഏകദേശം ഒരു 10-20 വീട്ടിൽ താമസിച്ചിട്ടുണ്ടായിരുന്നു. ആ വീട്ടിലെ പെണ്ണുങ്ങൾക്കെല്ലാം അവരെ നശിക്കപ്പെട്ട ജീവിതത്തെക്കുറിച്ച് പറയാനേ ഉള്ളൂ, വേറൊന്നും അവർക്ക് പറയാനില്ല. അപ്പോൾ ഇവരെ വിഷമം കേൾക്കുമ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. കാരണം ഞാനവിടെ ഒരു ഇംഗ്ലീഷ് ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങാൻ പ്ലാൻ ഉണ്ടാക്കി. അടുത്ത ആളോട് ഞാൻ പറഞ്ഞു ഞാൻ കുറച്ച് ഫണ്ട് ചെയ്യാം, നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഏകദേശം കുറേ കാര്യങ്ങളിൽ ഞാൻ നടത്തി. പക്ഷേ അവസാനം അത് താലിബാൻ്റെ പ്രശ്നം, അവരറിയാണ്ട് ഒരു സ്കൂൾ നമുക്ക് തുടങ്ങാനും പറ്റില്ല. അവരാണെങ്കിൽ ഒരു സ്കൂൾ അവർ തുറക്കൂല. അവർ ചോദിക്കാന്ന് വെച്ചാൽ ഒരു ടീച്ചർ ഒരു ലേഡി ആയിട്ടുണ്ടെങ്കിൽ തുറക്കാം, പക്ഷെ അതവിടെ ഇല്ല. ഇത് പഠിപ്പിക്കാണ്ട് എങ്ങനെ ഒരാളോട് പഠിക്കാൻ വരെ പറ്റില്ലല്ലോ. അങ്ങനെ അതിപ്പോഴും എനിക്ക് ഭയങ്കര വിഷമമാണ്. എനിക്ക് അവിടെ ഒരു സ്കൂൾ തുറക്കാൻ പറ്റില്ല എന്നുള്ള ഒരു കാര്യത്തിൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഈ ലേഡീസിനെല്ലാം എന്താ പറയണ്ടേ, ഭർത്താക്കന്മാരെ കൊണ്ടുള്ള പീഡനങ്ങളും അതുപോലെ തന്നെ പഠിക്കാൻ പറ്റാത്ത കൂട്ടിലടച്ച പക്ഷികൾക്ക് ഇതിനേക്കാളും സ്വാതന്ത്ര്യം ഉണ്ടെന്ന് ഞാനിപ്പോൾ വിശ്വസിക്കുകയാണ്. ഇവർക്ക് അങ്ങനെ ഒന്നുമില്ല. വീടിനടുത്തുള്ള ഒരു 100 മീറ്റർ അപ്പുറത്തൊരു ബാസാറിൽ പോയിട്ട് ചായപ്പൊടിയും പഞ്ചസാരയും വാങ്ങേണ്ട സ്വാതന്ത്ര്യം മാത്രമേ അഫ്ഗാനിസ്ഥാനിൽ പെണ്ണുകുട്ടികൾക്കുള്ളൂ. അപ്പോൾ നിങ്ങൾ ആലോചിച്ചാൽ മതി അവരെത്ര ഇരുണ്ട ജീവിതമാണ് നയിക്കുന്നത് എന്നുള്ളത്. പിന്നെ ഞാൻ പുസ്തകം വായിച്ചിട്ടുണ്ട് അഫ്ഗാനിസ്ഥാനിലെ. ഐ തിങ്ക് 1000 Splendid Suns ആണെന്ന് തോന്നുന്നു. ആൻഡ് ഐ ആം നോട്ട് ഷുവർ ഇഫ് ഇറ്റ് ഈസ് ദ ബുക്ക്. പക്ഷേ പുസ്തകം എത്ര വായിച്ചാലും എത്ര വീഡിയോ കണ്ടാലും നമ്മൾ നേരിട്ട് കണ്ടു കിട്ടുന്ന അനുഭവങ്ങൾ അഫ്ഗാൻ്റെ വേറെ തന്നെയാണ്. പക്ഷെ അണക്കിന് അഫ്ഗാന്റെ വീഡിയോ ഇതൊന്നും വിസയൊന്നും കിട്ടൂല. കാരണം അടുത്ത മിനിസ്ട്രിയിൽ അത്രക്കും പ്രശ്നം ഉണ്ടാക്കിയിട്ട് ഞാൻ അവിടെ. എന്ത് പ്രശ്നം? കാരണം ഞാൻ എപ്പോഴും ഒരു രാജ്യത്തിൽ നിന്ന് തന്നെ അവിടുത്തെ വീഡിയോ ഇടും. അതാ ബ്ലോഗേഴ്സ് അവിടുന്ന് പുറത്ത് പോയി വീട്ടിലിരുന്ന് കമ്പ്യൂട്ടറിലിട്ട് നല്ല വൃത്തിയിൽ BGM എല്ലാം കയറ്റി, അതാണ് ബ്ലോഗ്. സോ ഐ ആം എ ഓവർലാൻഡർ.
ഐ എം എ ട്രാവലർ, ഐ എം എ സോളോ സോൾ. അപ്പം ഞാൻ ആ നാട്ടിനുള്ളിൽ തന്നെ അവിടുത്തെ വീഡിയോസ് ഇടും. അപ്പം ഞാൻ എൻ്റെ സൗണ്ട് കുറേ പോയി, അതുകൊണ്ട് എൻ്റെ പറയുന്ന കുറേ സൗണ്ട് പുറത്ത് വരുന്നില്ല. അപ്പോൾ പിന്നെ അവിടുന്ന് ഞാൻ എന്താ പറയണ്ടേ, ഈ പെണ്ണുങ്ങൾ അവിടുന്ന് അനുഭവിക്കുന്ന ലേഡീസിൻ്റെ കുറച്ച് സാധനങ്ങൾ ഞാൻ ഇട്ടു. പക്ഷേ കാലക്കേട് ഞാൻ അത് ഫുള്ളും കണ്ടത് അഫ്ഗാനിലെ ആളുകളായിരുന്നു. അങ്ങനെ എൻ്റെ ഐഡി കണ്ടുപിടിച്ച് കുറേ ആൾക്കാർ മെസ്സേജ് അയച്ചു. അതേ അതെ, ഞാൻ എന്തേ പേടി, എനിക്ക് ആ സാധനം ഇല്ലാത്തതുകൊണ്ട് ഞാൻ യാത്ര ചെയ്യുന്നത്. കാരണം നമ്മളൊരു വെറുതെ 3 സെൽഫി എടുത്ത് പോകുന്നല്ലോ. ഓരോ രാജ്യത്തിനും അവിടുത്തെ നെഗറ്റീവും പോസിറ്റീവും മറ്റുള്ള ലോകം അറിയണം, അവർ നല്ലതും അറിയണം, ചീത്ത അറിയണം. അപ്പോൾ അഫ്ഗാനിൽ ഇങ്ങനെ ഉണ്ട് പറഞ്ഞാൽ പുറത്തുനിന്നൊരു സഹായം അവർക്ക് കിട്ടുള്ളൂ. കിട്ടാനില്ലെങ്കിലും ആസ് എ ട്രാവലർ എനിക്കത് അറിയിക്കണം. അങ്ങനെയാണ് ഞാനത് ഇട്ടത്. അങ്ങനെ അപ്പോഴത്തേക്ക് എനിക്ക് കുറേ എന്താ പറയുക മെയിൽ വന്ന്, ഇൻസ്റ്റയിൽ കുറേ ലേഡീസിൻ്റെ മെസ്സേജ് മുഴുവൻ ഇങ്ങനെയാണ്, നമ്മളെ രക്ഷിക്കാൻ പറ്റുമോ, ഇവിടെയാണ് പഠിക്കണം. അപ്പം ഞാൻ ആലോചിക്കുകയാണ്, ഒരു ചാൻസ് കിട്ടിയാൽ പുറത്തേക്ക് രക്ഷപ്പെടാൻ വേണ്ടി നിൽക്കുന്ന, അത് നമുക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഇപ്പം നമുക്കൊന്നുമില്ലെങ്കിലും ഞാനിപ്പോൾ നിങ്ങളെ മുന്നിൽ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. നമുക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് കഴിക്കാൻ പുറത്തു പോകാൻ പറ്റും, നമുക്ക് ഇഷ്ടപ്പെട്ടവിടെ സംസാരിക്കാൻ പറ്റും. ഇൻ്റർനെറ്റ് പോലും കട്ട് ചെയ്തിട്ട് ജനങ്ങളെ ഇതാക്കിയ ഒരു രാജ്യം കൂടിയാണ് അഫ്ഗാൻ. ഞാനിപ്പോൾ വിചാരിക്കും, ജനിക്കുന്ന ഓരോ പെൺകുട്ടികളും മരിച്ചു പോട്ടെ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. എന്തിനാണ് അവർ ജീവിക്കുന്നത്? 3 വയസ്സ് വരെ അവർക്കൊരു കുഞ്ഞെന്നുള്ള ഒരു ഇത് കിട്ടും. പിന്നെ കഴിഞ്ഞാൽ അവർ വേറൊരു ലോകമാണ്. അവിടെ സ്ത്രീകൾക്ക് യാതൊരു പക്ഷെ അതേസമയം അഫ്ഗാനിൽ പോകുന്ന ഏതൊരു സ്ത്രീയും നട്ടപ്പാതിരാക്കോ അല്ലെങ്കിൽ പുറത്തിറങ്ങിയാലോ ഉപദ്രവിക്കാൻ ആരും ഉണ്ടാവില്ല. പക്ഷെ അതേസമയം 98% അത് പോകുന്ന ഒരു ഇതാണ്. ഇപ്പോഴും 9 വയസ്സിലെ പെൺകുട്ടികളെ 40 വയസ്സും 50 വയസ്സുള്ള ആൾക്കാർ കല്യാണം നിൽക്കുന്ന ഒരേ ഒരു നാടാണ് അഫ്ഗാനിസ്ഥാൻ. അഫ്ഗാനിസ്ഥാനിൽ എന്ന് പറഞ്ഞിട്ടൊരു വില്ലേജ് ഉണ്ട്. ആ വില്ലേജിൽ ഇപ്പോഴും ഈ ബാലവിവാഹം ഉണ്ട്. അതുപോലെ പാകിസ്ഥാനിലെ പല വില്ലേജ് റിമോട്ട് ഏരിയയിലും സെയിം സംഭവം നടക്കുന്നുണ്ട്. ആരും ചോദിക്കാനൊന്നുമില്ല. ഇപ്പം അവർക്ക് എത്ര മണിയും കല്യാണം കഴിച്ച് ഒഴിവാക്കിയാലും, ഞാൻ പോയ വീട്ടിലെ ഭർത്താവിൻ്റെ പീഡനം കൊണ്ട് ഒളിച്ചോടി വന്നതാണ്. പക്ഷെ ഇപ്പോഴും മക്കളെ കിട്ടിയിട്ടില്ല. ഓളെ ബോഡിയിൽ മുഴുവൻ അയാൾ അടിച്ച പാടുകളാണ്. നമ്മൾക്ക് നെഗറ്റിവിറ്റി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മളെ പോസിറ്റീവും കൂടി ഇല്ലാണ്ടാവുന്ന അവസ്ഥയാകുമ്പോൾ ഞാൻ ആ വീട്ടിൽ നിന്ന് ഇറങ്ങി പോയത്. കാരണം കേൾക്കുന്നതിനൊരു പരിധിയുണ്ട്, കാണുന്നതിനൊരു പരിധിയുണ്ട്. 24 hours ഇത് മാത്രം ആവുമ്പോൾ നമ്മൾ ബാധിക്കുന്ന ആ സാധനം ഉണ്ടല്ലോ. അങ്ങനെയാണ് ഞാൻ ആ പോസ്റ്റ് ഒരു റീലും ഒരു പോസ്റ്റോ ഇട്ട് അങ്ങനെയാണ് കുറേ ആളുകൾ വന്നിട്ട് ഭീഷണിപ്പെടുത്താൻ തുടങ്ങിയത്. പക്ഷെ ഞാനെന്താക്കി, അവരെല്ലാം ബ്ലോക്ക് ചെയ്ത്. അങ്ങനെ എനിക്ക് മിനിസ്ട്രിയിൽ നിന്ന് കോൾ വന്ന്, മിനിസ്ട്രിയിൽ നിന്ന് മെസ്സേജ് വന്ന്, ടൂറിസം മിനിസ്ട്രിയിൽ നിന്ന് എല്ലാവരും ഞാൻ പരക്കെ ബ്ലോക്ക് ചെയ്ത്. അവസരം എനിക്ക് വിസ എന്ന ആൾ എന്നെ വാട്സാപ്പിൽ വിളിച്ചപ്പോൾ അയാളും ബ്ലോക്ക് ചെയ്ത്. അങ്ങനെ 23 രാജ്യങ്ങളുടെ സിം ഇപ്പോൾ എൻ്റെ കയ്യിലുണ്ട്. അതിലത്തെ ഒരു സിം മാത്രമുള്ളത് അഫ്ഗാനാണ്. ഞാൻ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ അതൊരു പുഴയിൽ ചാടിയിട്ടാണ് വന്നത്. കാരണം അതൊക്കെ എൻ്റെ ആവശ്യമില്ല. പക്ഷെ ഏറ്റവും വലിയ രസം എന്താ അറിയോ, ഈ ഞാൻ ആരാണെന്ന് അതിന് അവിടേക്ക് പിടുത്തം കിട്ടിയിട്ടില്ല. ഈ ഇൻസ്റ്റ കാണുന്ന ആളെ നേരിട്ട് കാണുന്നില്ല, നേരിട്ട് കാണുന്ന ആളെ മുഖം കവർ ചെയ്യുന്നില്ലല്ലോ. പക്ഷെ അതാണ് പറഞ്ഞത്, എൻ്റെ ഇൻസ്റ്റയിൽ എൻ്റെ വീഡിയോ കാണുന്ന ആൾക്കാരെ നേരിട്ട് കാണുന്നില്ല. നേരിട്ട് കാണുന്ന പോലീസുകാരൻ്റെ ഇൻസ്റ്റ കാണുന്നില്ല. അതാണ് അതിൻ്റെ ഒരു സക്സസ്. ഞാൻ അഫ്ഗാനിൽ കയറിയപാട് പറിച്ചു ചാടിയത് എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ ലോഗോ എൻ്റെ പേരുമാണ്. നിങ്ങൾ ആരെ ചോദിക്കുമ്പോൾ അന കാത്തിബ് എന്ന് പറയും. ഞാനൊരു എഴുത്തുകാരിയാണ്. പിന്നെന്താ, ഞാൻ പറഞ്ഞൊന്നുമില്ല, ഞാനിങ്ങനെ ഫോട്ടോസ് എടുക്കും, ഇങ്ങനെ പോകും. പക്ഷെ അവർക്ക് പിടുത്തം കിട്ടില്ല ഞാൻ ആരാന്നുള്ളത്. ഞാൻ 4 ദിവസം താലിബാന്റെ കൂടെ ക്യാമ്പ് ചെയ്ത ആളാണ്. ഓടുമ്പല്. പക്ഷെ അവർ നല്ല ഫ്രണ്ട്ലിയാണ്, അവർ നല്ല ആൾക്കാരാണ്, നല്ല ഫ്രണ്ട്ലി. കാരണം ഒരു ലേഡിയാണ്, ആ റെസ്പെക്ട് അവർ കൊടുക്കുന്നുണ്ട്. പക്ഷെ അവരറിയുന്നില്ല ഞാൻ അവർക്ക് പണി കൊടുക്കുന്ന ഒരാളാന്നുള്ളത്. അതവർ പിന്നെയാണ് മനസ്സിലാവുന്നത്. പിന്നെന്താ പറയാ, 2 ദിവസം രാത്രി ഫുള്ളും ഞാൻ വണ്ടിയിൽ കിടന്നുറങ്ങി. അവർക്ക് എല്ലാ ചെക്ക് പോസ്റ്റിലും ഇവരുണ്ടാവും. ഇവർ തോക്കും പിടിച്ച് നിൽക്കുന്നതാണെന്ന് തന്നെ. പിന്നെ ഞാൻ പറഞ്ഞില്ല, എനിക്ക് പേടിയുന്ന സാധനം ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇവർ കാണുമ്പോൾ എനിക്കൊന്നും ഒരു വ്യത്യസ്ത വികാരമൊന്നും വരാനില്ല. അങ്ങനെ എൻ്റെ വണ്ടി കണ്ട്, നിങ്ങൾ ഇത്രയും വലിയ യാത്ര ചെയ്യുന്ന ആളാണോ, നിങ്ങൾ എത്ര കൺട്രീസ് പോയി, അങ്ങനെ ഇങ്ങനെ ഭയങ്കര. അവസാനം എന്നോട് പറഞ്ഞു, ഇതെന്താ മുസാഫ്, അറിയും മുസ്ലിം? ഞാൻ പറഞ്ഞാൽ ഇത് ഓതാൻ പറ്റുമോ? ഞാൻ പറഞ്ഞാൽ ഓതാം. അങ്ങനെ അവരെ മുമ്പിൽ ഞാൻ ഖുറാൻ കുറേ ഓതി. പിന്നെ അവർക്ക് ഭയങ്കര ഇത് ഇഷ്ടമായി പോയി. ചിലപ്പോൾ ഈ ഖുറാനിലെ ചില വാക്കുകൾ ഇവർക്ക് അറിയാൻ പറ്റുന്നുണ്ടാവില്ല, അങ്ങനെയുണ്ട്. അങ്ങനെ എന്നെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു. ഞാൻ നിന്ന വീട്ടിൽ ഒരു സ്ഥലത്ത് ഭയങ്കര കോമഡിയാണ് ഇത്. മറ്റേ എന്താ പറയാ, പ്രശ്നങ്ങൾ പോലീസ് സ്റ്റേഷനിൽ ഞാൻ അവിടെ പോയേനെ, എന്താണ് പറയാ, മയ്യത്തായേനെ. ഇതെല്ലാം അനക്കൊരു രസമാണ്. പോലീസ് സ്റ്റേഷൻ പോയി കണ്ടോ കാലം ഞാൻ മോൻ്റെ കൂടെ ഇറങ്ങി. അപ്പോൾ അയാൾ പറഞ്ഞ്, പിന്നെ സിസ്റ്റർ ഇങ്ങനെ അവർ പുറത്തുണ്ട്, അഫ്ഗാൻ പോലീസാണ്. ഞാൻ പുറത്ത് നോക്കുമ്പം എന്ത് പോലീസ്, ഇവർ സാധാ ഡ്രസ്സിൽ, ഇവർക്ക് അങ്ങനെ യൂണിഫോമൊന്നും ഇല്ല. ഇത്രയും രാജ്യം ക്രോസ് ചെയ്ത് അഫ്ഗാന്റെ ബോർഡർ എത്തിയപ്പോഴാണ് യൂണിഫോം ഇല്ലാത്ത ആർമിയെ ഞാൻ കാണുന്നത്. ബോർഡർ പോലീസിന് പറഞ്ഞാൽ 10-500 കെട്ടും കെട്ടി, ഒരു വലിയ ചുരിദാറും ഇട്ട്, വലിയ താടിയും മിഷയും വെച്ച്, മറ്റേ AK-47 പിടിച്ചിട്ടുള്ള ആൾക്കാരാണ് ഇവരെ. നോർമൽ ആളുകൾ
ഒരു സ്ഥിരമായിട്ട് അവരുടെ കയ്യിൽ അത് ഉണ്ടാവും ഏത് സമയത്ത് പൊട്ടിക്കാൻ വേണ്ടി. അത് ഇവർ ജനങ്ങളെ പേടിപ്പിച്ച് നിർത്തുന്നതാണ്. അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ പോയി. അപ്പോൾ ഞാൻ എന്താക്കുന്ന അറിയോ, ഈ ക്യാമറ ഈ ഫോൺ എപ്പോഴും ഇങ്ങനെ ഓണാക്കി വെക്കും, എനിക്ക് തിരിയില്ല ഓണാക്കുന്നത്. അപ്പോൾ അവിടെ പറഞ്ഞ് പോലീസ് സ്റ്റേഷൻ ഭയങ്കര കോമഡിയാണ്. നമ്മൾ ഈ മറ്റേ മന്തിയിൽ തിന്നാനിരിക്കൂലേ, അവിടെ നിലത്തൊരു സ്ഥലത്താണ് ഇവരെ പോലീസ് സ്റ്റേഷൻ. ഇങ്ങനത്തെ ഒരു കാർപ്പറ്റിലാണ് അവരിയ്ക്കുക. ഞാൻ അകത്ത് കയറി. എന്നോട് പറഞ്ഞു സിസ്റ്റർ പ്ലീസ് സിസ്റ്റർ ഇവിടെ സിറ്റ് ഹിയർ എന്ന് പറഞ്ഞു. ഞാണ്ടിരുന്നു. അപ്പോൾ അതിലത്തെ ഇവർക്ക് ഇംഗ്ലീഷ് അറിയില്ല, ഒരാൾക്ക് മാത്രം ഇംഗ്ലീഷ് അറിയാം. അപ്പോൾ അയാൾ എന്നോട് പറഞ്ഞ് അറിയും മുസ്ലിം അല്ല ചോദിക്കും അറിയും മുസ്ലിം. ഞാൻ പറഞ്ഞ മുസ്ലിമാണ്. നിങ്ങൾ എന്താ? ഞാൻ പറഞ്ഞു ഞാനിങ്ങനെ യാത്ര ചെയ്യുന്നതാണ്, കുറേ രാജ്യങ്ങൾ കഴിഞ്ഞു, അഫ്ഗാൻ കഴിഞ്ഞു, അടുത്ത ഇനി തജിക്കിസ്ഥാൻ വഴി ചൈന പോയിട്ട് ഇന്ത്യ പോകാനാണ് പ്ലാൻ എന്നെല്ലാം പറഞ്ഞു. അപ്പോൾ പറഞ്ഞു നിങ്ങൾ നമ്മളെ മെഹമാനാണ്, ഒന്നും പേടിക്കേണ്ട. ഞാൻ പറഞ്ഞു എനിക്ക് പേടിയൊന്നുമില്ലല്ലോ, ഞാൻ പറയാം എനിക്ക് പേടിയൊന്നുമില്ല. അപ്പോൾ ഒരു പാസ്പോർട്ട് കൊണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ പാസ്പോർട്ട് എടുത്തു. അപ്പോൾ അതിലത്തെ ഒരാൾ എല്ലാം നോക്കിയിട്ട് എൻ്റെ പാസ്പോർട്ട് ചാടി. അപ്പോൾ എനിക്ക് ദേഷ്യം വന്നു. ഞാൻ പറഞ്ഞു നിങ്ങളെങ്ങനെ എൻ്റെ പാസ്പോർട്ട് ചാടല്? ഇതെൻ്റെ രാജ്യത്തിൻ്റെ ഞാൻ ഏറ്റവും ബഹുമാനിക്കുന്ന സാധനമാണ്, ഒരാളെ കൺട്രിയാണ്, അവളെ ഏറ്റവും വലിയ അതിങ്ങനെ തരണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ എടുത്തിട്ട് എൻ്റെ കയ്യിൽ തന്നു. അതായത് അഫ്ഗാനിലെ ആൾക്കാർ ആടത്തെ പെണ്ണുങ്ങളെ ചൊൽപ്പടിക്ക് നിർത്തുന്ന ആളാണ് എൻ്റെ കയ്യിലേക്ക് വലിച്ചെറിഞ്ഞ പാസ്പോർട്ട് കൊണ്ടു തരുന്നത്. എന്നിട്ട് അവിടെ വെച്ചു സിസ്റ്റർ ഡു യു ലൈക്ക് അഫ്ഗാനിസ്ഥാൻ? ഞാൻ പറഞ്ഞു ഐ റിയലി ലൈക്ക് അഫ്ഗാനിസ്ഥാൻ ആൻഡ് ദ പീപ്പിൾ ബട്ട് ഐ ഡോണ്ട് ലൈക്ക് താലിബാൻ എന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ വൈ? ഞാൻ പറഞ്ഞു ബിക്കോസ് യു റൂൾ എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ പക്ഷേ ഇയാളെക്കുറിച്ച് ഇംഗ്ലീഷ് അറിയാം. ഞാൻ പറഞ്ഞു നിങ്ങൾ എന്തായി ചെയ്യുന്നത്? നിങ്ങൾ പെൺകുട്ടിക്ക് വിദ്യാഭ്യാസം കൊടുക്കത്തില്ല, സ്ത്രീകളെ വീട്ടിൽ പൂട്ടിയിടാന്ന്, അവർ വിദ്യാഭ്യാസം എങ്ങനെ അവർ ഒന്നും ചെയ്യാൻ പറ്റും? അല്ല അത് ഇസ്ലാമിക് റൂളാണ്. ഞാൻ പറഞ്ഞു സൗദി ഇസ്ലാമിക് കൺട്രിയാണ്, UAE ഇസ്ലാമിക് കൺട്രിയാണ്, ആടെ പൈലറ്റ് പോലും ഉണ്ട്. ഇവിടെ വെച്ച് നോക്കുകയാണെങ്കിൽ എന്താ ഇവിടെ ഉള്ളത്? ഇവിടെ എത്ര ആൾക്കാർക്ക് പഠിക്കാൻ പറഞ്ഞു അവരോട്. ഞാൻ ഒരു നിമിഷം അതേ ഞാൻ പറഞ്ഞു എനിക്ക് ബോധം എന്ന് പറഞ്ഞ സാധനം അധികം ഉണ്ടാവില്ല. ഞാൻ ഒരു നിമിഷത്തേക്ക് മറന്നുപോയി ഞാൻ ഇവരെ മുമ്പിലിരിക്കുന്നതെന്ന്. പിന്നെ അപ്പുറത്തെ ആൾക്കാർ മുഖെല്ലാം മാറി. പിന്നെ കൂടെ വന്ന ആൾ ഒരു ചെറിയ ചെക്കനെപ്പോഴും വന്നേ, ഓനാണ് തട്ടിയപ്പോഴാണ് ഞാൻ ശരിക്കും തിരിച്ചു വരുന്നത്. ഞാൻ പറഞ്ഞു അങ്ങനെയല്ല ഇങ്ങനെ പറ്റി എന്തെങ്കിലും പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. എന്നിട്ട് അത് ഞാൻ റീലാക്കി. ഇവൻ വിളിച്ചിട്ട് ഭയങ്കര കുഴപ്പമില്ല, അല്ലെങ്കിൽ ഡിലീറ്റ് ആക്കി. ഞാൻ പറയില്ല എന്തിന്, നാളെ ഒരു ടൂറിസ്റ്റ് നടന്നു വരുമ്പോൾ ആ രാജ്യത്തേക്ക് വരുമ്പോൾ ഇതാണ് ഇവിടുത്തെ റൂൾ ആൾക്കാർ അറിയണ്ടേ, അഫ്ഗാൻ എന്താണെന്നുള്ളത്. ഇനിയിപ്പോൾ ഒരാളും ഒരു ടൂറിസ്റ്റും ഇനി അഫ്ഗാനിലേക്ക് പോവാത്ത രീതിയിൽ ഞാൻ അവിടെ പരാതിക്കെല്ലാം ചെയ്തിട്ടേ വന്നിട്ട്. സത്യമാണ്, നമുക്ക് പറ്റിക്കാൻ പറ്റില്ല ആൾക്കാരെ. കാരണം ഒരു രാജ്യം ഇത്ര സേഫാണ്, അവിടെ സേഫ്റ്റിക്ക് ഒരു കുഴപ്പമില്ല. പക്ഷെ ആസ് എ ലേഡി ട്രാവൽ ചെയ്യുന്നേരം അവർക്കത് തീരെ പറ്റൂല. കാരണം ഞാൻ അഫ്ഗാനിൽ കയറി മുതൽ നീല ബുർക്കയിലാണ് അടുത്ത സ്ത്രീകൾ, അതായത് മുഖം പോലും മറച്ചിട്ട് അവരിയ്ക്കുക, കണ്ണുപോലും പുറത്ത് കാണൂല. ഈ പഷ്തുകളാണ് ഇത് വല്ലാണ്ട് ചെയ്യുന്നത്. പാകിസ്ഥാനിൽ നിന്ന് വന്ന ആളുകൾ, ഈ അഫ്ഗാനികളാണ് റിയൽ അഫ്ഗാനികൾ. അവരൊരു തജക്കികളാണ്, മിക്സിംഗ് ആണ്. ഒരു ചൈന പോലത്തെ ആൾക്കാർ അവർ ഫേസിലും കാണുമ്പോൾ അവർക്ക് കുറച്ചും കൂടി ഒരു ഫ്രീഡം ഉണ്ട്. കാബൂൾ എത്തിയപ്പോഴാണ് പെൺകുട്ടികൾ പുറത്തിറങ്ങിയിട്ട് കണ്ടത്. പിന്നെ ഞാൻ അഫ്ഗാനിസ്ഥാനിലെ ഏകദേശം ഒരു 300 വീഡിയോസ് ഞാൻ ഡിലീറ്റ് ചെയ്തു. കാരണം എനിക്ക് എഡിറ്റ് ചെയ്യുമ്പോൾ ഇതെൻ്റെ മനസ്സിനെ ബാധിക്കുമ്പം അപ്പോൾ അത് എനിക്ക് വേണ്ട. ബ്ലോഗർ ആണെങ്കിൽ ഞാൻ യൂട്യൂബ് ഇപ്പം മില്യൺ ആക്കി എനിക്ക് പറയുന്നത്. എനിക്ക് ഇപ്പോഴും യൂട്യൂബിൽ 5 പൈസ കിട്ടില്ല. കാരണം ഞാൻ യൂട്യൂബ് ഇപ്പം ഇൻസ്റ്റാഗ്രാമിൽ 1.2 മില്യൺ സബ്സ്ക്രൈബേഴ്സോളം ആണ്. ഇൻസ്റ്റാഗ്രാമിൽ നമുക്ക് 1 മിനിറ്റ് വീഡിയോ മതി. യൂട്യൂബിൽ നമ്മൾ ഈ ആൾക്കാരെ പിടിച്ചിരുത്തുന്ന സാധനം നമുക്ക് ഇടാൻ പറ്റില്ല. ഗൈസ് ഞാൻ പെട്ടു, എൻ്റെ ടയർ പൊട്ടി, ഞാനിവിടെ എങ്ങനെയായി, അങ്ങനെ തമ്പനയിൽ വെച്ച് ആൾക്കാരെ കൊണ്ടുവരണം. എനിക്ക് പറ്റിക്കാൻ അറിയില്ല. അതുകൊണ്ട് 1.2 മില്യൺ ഫോളോവേഴ്സ് ആയത് എങ്ങനെയാണ്? അത് ഇൻസ്റ്റാഗ്രാമിൽ കാണുന്ന ആൾക്കാർക്ക് യാത്ര ഇഷ്ടപ്പെടുന്ന ആൾക്കാർ, ഞാൻ യൂട്യൂബിലെ ആൾക്കാർ യാത്ര ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഈ ചേക്ക് നോമയുടെ മൈൻഡ് ഭയങ്കര വ്യൂ വേണ്ടതാ. ഓനെപ്പോലെ യാത്ര ചെയ്യുന്ന ഒരാളും ലോകത്തില്ല. പക്ഷെ ആൾക്കാർക്ക് വേണ്ട. മലയാളികൾ എന്നല്ല, പൊതുവേ യാത്രകൾ കാണുന്ന ആൾക്കാർ, സീരിയസ് ആയിട്ട് കാണുന്ന ആൾക്കാർ കുറവാണ്. പിന്നെ ഈ 30 മിനിറ്റ് ഒന്നും ആർക്ക് സമയമില്ല. ഈ 1 മിനിറ്റ് തന്നെ അവർക്ക് ഒരു യുഗം കണ്ട ഒരു ഫീൽ നമുക്ക് ഒരു റീൽ കൊടുക്കാൻ പറ്റും. അതുകൊണ്ടാണ് ആൾക്കാർ അത് കാണുന്നത്. പിന്നെ എൻ്റെ അപ്പൊ ഈ ഫോളോവേഴ്സിന്റെ നമ്പേഴ്സ് ഒന്നും ബാധിക്കാറില്ലേ നാജിനെ? ഞാൻ എന്നിട്ട് പറയും ഈ ദുനിയാവ് എന്ത് അത്ഭുതമാണ്. ശരിക്കും പറയും ലോകമെല്ലാം ഒന്നാ. നമ്മൾ കൺട്രി ഫ്ലാഗ് തിരിച്ചിട്ടേ ഉള്ളൂ. മനുഷ്യന്മാരും ഒന്നാണ്, എത്തിപ്പെടുന്ന സ്ഥലങ്ങളും ഒന്നാണ്. നമുക്കൊരു ഇതാണ് റിയാലിറ്റി. അല്ലാണ്ട് എസ്കേപ്പ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ ഓക്കെ 2 ദിവസത്തെ യാത്ര എസ്കേപ്പ് ആയിരിക്കും. 18 മാസം എടുക്കുന്ന യാത്ര എങ്ങനെ എസ്കേപ്പ് ആവും? ഞാനായിട്ട് ഇവിടെ ഇരിക്കാനും വന്നില്ലേ. അങ്ങനെ ഇത്രയും കടപ്പാടാണ് എൻ്റെ ലൈഫിൽ ഞാൻ ഇപ്പോഴും കൊണ്ടുപോകുന്നത്. ഈ കടപ്പാടുകളൊന്നും ഇല്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ ഈ ഒരു ഷോയിൽ ഇവിടെ നിൽക്കാൻ അതിന് പക്ഷേ എന്തായാലും ഉണ്ടാവില്ല.